നമുക്ക് കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവേ, കാഹളം കാതുകളിൽ കേട്ടിടുവാൻ എത്ര സമയം അടുത്തിരിക്കുന്നു. കർത്താവേ, കർത്താവ് വിചാരിച്ചതിനെക്കാട്ടിലും എല്ലാം കാര്യങ്ങളെല്ലാം ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ കർത്താവേ. ഇന്നലേക്കാളും ഇന്ന് പ്രിയ നാട്ടിലോട് ഞങ്ങളെ കൂടുതൽ അടുത്തിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ആ ഒരു ഒരുക്കം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ദിനംപ്രതി നടക്കേണ്ട ഒരു ഒരുക്കം കർത്താവെ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ കർത്താവ് ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും വ്യാപൃതമാകുമ്പോൾ കർത്താവെ ആ ലോകമൈത്വത്തിന് ആത്മാവിലേക്ക് ഞങ്ങൾ പോകാതെ കർത്താവെ അവിടുത്തെ സാന്നിധ്യബോധത്തിൽ തന്നെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളെ നുറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വയബലത്തെ നുറുക്കണമേ. ഞങ്ങൾക്ക് അങ്ങേ കൂടാതെ ഒരു ചുവടും വെക്കാൻ സാധിക്കില്ലെന്നുള്ള ഒരു നിസ്സഹായതയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുവരണം. അങ്ങേ അങ്ങയെ പറ്റി ചേർന്നിരിപ്പാൻ, അങ്ങയിൽ തന്നെ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ രക്തത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. ഞങ്ങൾ കർത്താവേ ഇന്ന് വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് ഏറ്റവും പ്രയോജനമാക്കി തീർക്കണം കർത്താവേ. അത് കർത്താവേ ഞങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങനെയുള്ള ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മുഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീനാണ്. ആമീൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന് 5 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ അങ്ങേ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. വെളിപാട് പുസ്തകം നമുക്കറിയാം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. കർത്താവ് വന്നതിന് ശേഷമുള്ള ഒരു 1000 വർഷക്കാലം ഭരണം. 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം സാത്താനെ പിടിച്ച് തീപ്പൊയ്ക്കലേക്ക് ഇടുന്ന ഒരു കാര്യം. 1000 വർഷക്കാലം ഭരണത്തിന്റെ സമയത്ത് സാത്താൻ ഒരു ബോട്ടംലെസ് പിറ്റ്, ഒരു അഗാധം, ഒരു ആഴത്തിലുള്ള ഒരു നിലയില്ലാ കൈ എന്ന് പറയുന്നത് പോലെ ഒരു കുഴിയിലായിരിക്കും സാത്താൻ. അത് കഴിഞ്ഞിട്ട് 1000 വർഷക്കാലത്തിന് ശേഷം 1000 വർഷക്കാലത്തിന് ശേഷം സാത്താനെ തുറന്നു വിടുമ്പോൾ അവൻ പലരെയും വഞ്ചിക്കാൻ പോകുന്നതും ഇതൊക്കെ നമ്മൾ വെളിപാട് 20-9 വാക്യത്തിൽ കണ്ടു. ഈ വെളിപാട് 20-10 നമ്മൾ ഊന്നി പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. സാത്താന്റെ അവസാനം അവന്റെ അപ്പുറവും ഇപ്പുറവും കള്ളപ്രവാചകനും, ഇത് ക്രിസ്തുവും കള്ളപ്രവാചകനും അവന്റെ അപ്പുറവും ഇപ്പുറമായിട്ട് സാത്താന്യതത്വം അവിടെ തീപ്പൊയ്കയിൽ നിത്യമായിട്ട് ദണ്ഡന സഹിക്കേണ്ടി വരും. അതിനുശേഷമുള്ള അവിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അതെല്ലാം കഴിഞ്ഞ് എല്ലാം തീയിൽ വെന്തിരിയുന്ന, ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം തീയിൽ വെന്തിരിയുന്ന ഒരു കാലം, ഒരു സമയം വരും. ഈ സഹസ്രാബ്ദ വാഴ്ചയും കഴിഞ്ഞ് എല്ലാം ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചവും ഭൂമിയും എല്ലാം, ആകാശം എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന വിസിബിൾ യൂണിവേഴ്സ്, അതാണ് ഒന്നാം സ്വർഗം. അതെല്ലാം അഗ്നിക്കിരയാകുന്ന കാര്യമൊക്കെ നമ്മൾ 2 പത്രോസ് 3:10 നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞൊരു പുതിയ സ്വർഗം, പുതിയ ഭൂമി, പുതിയ സ്വർഗം, പുതിയ ഒരു പ്രപഞ്ചം, പുതിയ ഭൂമി, അവിടെ കടലില്ല എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ തന്നെ, വെളിപാട് 21-1 വാക്യത്തിൽ തന്നെ ദർ ഇസ് നോ ലോnger എനി സീ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ റെവലേഷൻ 21:1 നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആ ഒരു കർത്താവിനായിട്ട് ഒരുങ്ങിയ മണവാട്ടിയെ പോലുള്ള മണവാട്ടിയായിട്ടുള്ള കാന്ത, ഭർത്താവിനായിട്ട് ഒരുങ്ങിയ കാന്ത, നമ്മൾ ഇന്ന് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണോ? പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളെ ഒരുക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ എത്രമാത്രം അതിന് വിധേയപ്പെട്ടു കൊടുക്കുന്നു? നമുക്ക് മാനസാന്തരപ്പെടാം. കർത്താവി, പല സമയത്തും കർത്താവി അതിന് വിധേയപ്പെട്ട് കൊടുക്കാത്തത് കൊണ്ട് അവിടത്തേക്ക് വേണ്ടവണ്ണം എന്നെ ഒരുക്കാൻ സാധിച്ചില്ലല്ലോ. എന്നെ കർത്താവി കഴുകണമേ. അവിടുത്തെ ആത്മാവിനാൽ എന്നെ അധികമായിട്ട് നിറയ്ക്കണമേ. അവിടുത്തെ ആദ്യ സ്നേഹത്തിൽ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടെങ്കിലും കർത്താവിലേക്ക് നിസ്സഹായതയോടെ നോക്കി മാനസാന്തരത്തോടെ നമ്മളൊക്കെ മടങ്ങി വന്ന് കർത്താവിനോട് പറ്റിച്ചേരാം. അവിടെ നിത്യതയിലുള്ള ആ ഒരു കൂടാരം, ടാബർനാക്കിൾ, ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്ന ടാബർനാക്കിൾ, ദൈവത്തിന് മനുഷ്യരോടുള്ള കൂട്ടായ്മ, നമ്മളോടുള്ള കൂട്ടായ്മ എത്രയധികം കർത്താവ് വാഞ്ചിച്ച് മോഹിച്ച് നോക്കി പാർത്തിരുന്ന ഒരു കാര്യമാണ്. അത് ആദാമിന്റെ സമയം മുതൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആദ്യം തന്നെ അവരുമായിട്ടുള്ള കൂട്ടായ്മയിലായിരുന്ന കാര്യവും പിന്നീട് ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടതിന് ശേഷം യുഗങ്ങളുടെ ആ കാലത്തിന്റെ ഒത്ത മധ്യത്തില് കർത്താവ്, നസ്രത്തിലെ തച്ചനായ കർത്താവ് ചരിത്രത്തെ AD-യായും BC-യായും വേറിട്ട് വിടുവിച്ച, അല്ലെങ്കിൽ അതിനെ ഒരു തടിക്കഷ്ണം അറക്കുന്നത് പോലെ ചരിത്രത്തെ അറുത്തു മാറ്റിയ നസ്രത്തിലെ തച്ചനായ കർത്താവ് വന്ന് കർത്താവ് ഏറ്റവും ഒരു കൂട്ടായ്മയിൽ എങ്ങനെ ഒരു മനുഷ്യൻ
ഈ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ളൊരു കാര്യം നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു തന്നു. ഹി ടാബർനാക്കിൾഡ് ഇൻ അവർ മിഡ്സ്റ്റ്, അവിടുന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14 വാക്യത്തിൽ അതൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. നമുക്ക് കർത്താവ് ഒരു സമാഗമന കൂടാരം എന്ന വണ്ണം ഈ ഭൂമിയിൽ പാർത്തു. അവിടുത്തെ തേജസ് നമ്മൾ കണ്ടു, കൃപയും സത്യം നിറഞ്ഞതായിട്ടുള്ള തേജസ് കണ്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ജോൺ 1:14 വായിച്ചു അല്ലേ. വി ബിഹോൾഡ് ഹിസ് ഗ്ലോറി ആസ് ഓഫ് ദ ഓൺലി ബിഗോട്ടൻ സൺ, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. കൃപയും സത്യം നിറഞ്ഞമായിട്ടുള്ള കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം. കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവ് പിതാവിനോടുള്ള ഒരു കൂട്ടായ്മയിൽ അങ്ങനെ കഴിഞ്ഞു. നമ്മളുടെ കൂട്ടായ്മയിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ഒരു സമാഗമന കൂടാരമായിട്ടാണ് ദൈവം നമ്മളെവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആത്മാവ്, ദേഹി, ദേഹം എന്ന 3 ഭാഗങ്ങൾ ഒരു സമാഗമന കൂടാരം. അവിടെ ദൈവത്തിൻ്റെ തേജസ് ഒന്ന് നിറഞ്ഞ് ദൈവത്തിൻ്റെ സമാഗമന കൂടാരമായിട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മളായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളുടെ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, എല്ലാം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, അപ്പനമ്മമാരെല്ലാം കർത്താവിൻ്റെ അധീനതയിലേക്ക് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പൂർണ്ണതയിൽ നടക്കാനായിട്ടുള്ളൊരു വാഞ്ച നമുക്ക് നമ്മളുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മളുടെ മക്കളെക്കുറിച്ച്, നമ്മളുടെ ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, അപ്പനമ്മമാരെക്കുറിച്ച്, അവരെക്കുറിച്ചെല്ലാം നമുക്കൊരു ഭാരം വേണം. അവരെല്ലാം കർത്താവിൻ്റെതായി തീരണം. അവരൊന്നും ലോകത്തിൻ്റെതോ പിശാചിൻ്റെതോ പാരമ്പര്യങ്ങളുടേതോ ആയി പോകാതെ അവരെല്ലാം കർത്താവിൻ്റെതായി തീരണം. അങ്ങനെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബജീവിതത്തിലും അത് കർത്താവിൻ്റെ ഒരു സമാഗമന കൂടാരമായിട്ട്, കർത്താവിന് വസിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ടായിത്തീരുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ കൂടിച്ചേരുമ്പോൾ നമ്മുടെ സഭയും കർത്താവിന് ഒരു സമാഗമന കൂടാരമായി തീരുന്നു. ബിഹോൾഡ് ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് ഈസ് അമംഗ് മെൻ, 3-ാമത്തെ വാക്യം. ദൈവത്തിന്റെ കൂടാരം ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന 3-ാമത്തെ വാക്യം. വെളിപാട് 21-3 വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ച്, ദൈവം നമ്മളോട് കൂടെ വസിക്കും, അവരോട് കൂടെ ഞാൻ വസിക്കും. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ കൂടെയാണോ വസിക്കുന്നത്? നമ്മളെ മലീമസപ്പെടുത്തുന്ന, നമ്മളുടെ ആത്മാവിന്റെ കണ്ണായിട്ടുള്ള മനസാക്ഷിയെ മലീമസപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിനോട് ഏറ്റു പറഞ്ഞൊരു നല്ല മനസാക്ഷിയോടെ, ഇനി സിൻസ് ദാറ്റ് നീഡ്സ് ടു ബി കൺഫസ്ഡ്, ഏത് പാപം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്പോ അഴുക്കോ, എന്തെങ്കിലും ഒരു ആകുല ചിന്തകളോ, വിധിക്കുന്ന മനോഭാവമോ, നികളവോ, സ്വാർത്ഥതയോ ഒക്കെ ദൈവം കാണിച്ചു തരുന്നതെല്ലാം നമ്മളെ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവിന് മുമ്പാകെ ആയിരിക്കണം എന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിനോട് കൂടെ വസിക്കുന്നവരായി തീരണം നമ്മൾ. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാ നമ്മളതൊക്കെ പഠിക്കുന്നത്. അപ്പം നിത്യതയിൽ കർത്താവ് നമ്മളോട് കൂടെ വസിക്കുന്നു പറഞ്ഞാൽ ആരോട് കൂടെ വസിക്കുന്നത്? ഇന്ന് കർത്താവിനോട് കൂടി വസിക്കുന്ന ആ മണവാട്ടിയുടെ കൂടെ അന്ന് കർത്താവ് വസിക്കുന്നത്. മറ്റുള്ളവരൊക്കെ 30 മീനിയും 60 മീനിയും ഫലം കായ്ക്കുന്നവരൊക്കെ സ്വർഗത്തിൽ അവര് ആയിരിക്കും. പക്ഷെ അവർക്ക് ദൈവത്തിന്റെ കൂടെ ചേർന്ന് അങ്ങ് വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ അവർ ഭൂമിയിലും ദൈവത്തോട് ഒരു അകലം വിട്ട് പിഞ്ചെന്നു. അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം കർത്താവിന് കൊടുത്തു. അവര് 30 മീനി ഫലം കായ്ച്ചവര് 30% അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തു. എന്നാൽ 70% അവർ ലോകത്തിന് വേണ്ടി ജീവിച്ചു. അവര് ലോകത്തിനും പിശാചിനും സ്വയത്തിനും വേണ്ടി ജീവിച്ചു. 60 മീനി ഫലം കായ്ച്ചവര് 60% കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. എന്നാൽ ബാക്കി 40% ലോകത്തിന് വേണ്ടി. എന്നാൽ 100 മീനി ഫലം കായ്ച്ചവരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവും കുറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ എന്ത് വീഴ്ചയോ താഴ്ചയോ കുറവോ ഉണ്ടായിരുന്നെങ്കിലും അവര് ആ ഒരു പൂർണ്ണ ഹൃദയത്തോടുള്ള ഒരു മാനസാന്തരത്തോടെ ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തോട് എപ്പോഴും ഒരു നല്ല മനസാക്ഷിയോട് പറ്റിച്ചേർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനായിട്ട് ദാഹിക്കുന്ന ഒരു കൂട്ടം. അങ്ങനെ ആ കൂട്ടത്തിന്റെ കൂടാണ് കർത്താവ് വസിക്കുന്നത്. അവരാണ് കാന്തയായി തീരുന്നത്. മറ്റുള്ളവരൊക്കെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ മാത്രമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 19 അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു. നമ്മളുടെ കണ്ണുനീരൊക്കെ തുരുത്തിയിൽ ശേഖരിക്കുന്ന കർത്താവിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. സങ്കീർത്തനം 56:8 നമ്മൾ കണ്ടു. നമ്മളുടെ കണ്ണുനീര്, നമ്മളുടെ വേദനകള്, പ്രയാസങ്ങള് ഒക്കെ കർത്താവ് അത് നോട്ട് ചെയ്ത് വെക്കുന്നു. കർത്താവിന് അത് അറിയാം. അതെല്ലാം മാറുന്ന ഒരു കാലം വരെ. ഇന്ന് നമുക്ക് ചെറിയ വേദനയും പ്രയാസങ്ങളും കണ്ണുനീരും ഒക്കെ അത് നാം കർത്താവിനോട് അടുക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില ശിക്ഷണങ്ങളായിട്ടും ദൈവത്തിൻ്റെതായ ചില ട്രെയിനിങ് ആയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മളങ്ങ് താണു കൊടുക്കുമ്പോൾ നമ്മളുടെ ആ സ്വയബലമൊക്കെ കുറച്ചുകൂടെ ഒന്ന് തകർക്കപ്പെട്ട് നമ്മളെ കർത്താവിൻ്റെ ജീവൻ കൂടുതലായിട്ട് റിസീവ് ചെയ്യുന്നവരായിട്ട്, കർത്താവിൻ്റെ ജീവൻ കൂടുതലായിട്ട് നമ്മളിൽ ഒന്ന് നിറയും. നമ്മളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലാവട്ടെ, എന്ത് പ്രയാസമോ വേദനയോ പ്രയാസമോ ഒക്കെ, എന്തൊക്കെ കണ്ണുനീരോ പ്രയാസമോ ഒക്കെ ഉണ്ടെങ്കിലും, രോഗവും കണ്ണുനീരും ഒക്കെ അന്ന് മാറിപ്പോകും നമ്മൾ കാണുന്നുണ്ടെന്നാൽ ഇന്ന് അത് ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ
നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഒരു വട്ടപൂജ്യമായിട്ട് സീറോ ആയിട്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുകയാണെങ്കിൽ ദൈവത്തിന് ആത്മാവിൻ നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് നിറഞ്ഞ് ആ ആ ഒരു കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു അനുഭവം ഇന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു മുൻരുചി അനുഭവിക്കാനൊക്കും. കർത്താവിലുള്ള ഒരു സന്തോഷം, സമാധാനം, സ്വസ്ഥതയില്ല. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണത, പാരമ്യം, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫുൾഫിൽമെന്റ് എപ്പോഴായിരിക്കും? ആ ആ 1000 വർഷക്കാലവും കഴിഞ്ഞ് സഹസ്രാബ്ദ വാഴ്ച, അതായത് 1000 വർഷക്കാലം ഭരണം എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച, മില്ലേനിയൽ റെയിനും കഴിഞ്ഞ് പിന്നെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു, ഇനി മരണം ഉണ്ടാകിയില്ല. ഇവർ 1000 വർഷക്കാലം ഭരണത്തിൽ പോലും മരണം ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ വായിച്ചു. അന്ന് ശിശുക്കളെ വരെ 100 വർഷം ജീവിച്ചിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിച്ചു. ഇനി ഏഷ്യാവ് 65 ആ വാക്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വായിച്ചായിരുന്നു. ഇനി മരണം ഉണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. എല്ലാം പുതുതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് വിശ്വാസയോഗ്യമാണ്, സത്യമാണ്. ദിസ് വേർഡ്സ് എ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ എന്ന് പറഞ്ഞ് അത് എഴുതി വെക്കാൻ യോഹന്നാനോട് പറയുവാണ്. അപ്പോൾ കർത്താവ് എല്ലാം പുതുതാക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ മനസാന്തരപ്പെട്ടപ്പോൾ ആ പുതുതാക്കുന്ന പ്രവൃത്തി തുടങ്ങി. എല്ലാം കഴിഞ്ഞു പോയി, പഴയതെല്ലാം കഴിഞ്ഞു പോയി, എല്ലാം പുതുതായിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായ അവനൊരു പുതു സൃഷ്ടിയായിരിക്കുന്നു. എവിടെ വായിക്കുന്നേ? ഇഫ് എനിവൺ 2 Corinthians 5:17. വെരി ഗുഡ്. 2 Corinthians 5:17 ഇഫ് എനിബഡി ഈസ് ഇൻ ക്രൈസ്റ്റ് ഹീസ് എ ന്യൂ ക്രിയേഷൻ. അപ്പൊ അതിന്റെ ആ ഒരു ന്യൂ ക്രിയേഷൻ, അതെല്ലാം പുതുതാക്കുന്ന കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, അത് യേശുവിന്റെ പുനരുദ്ധാനത്തോടു കൂടി തുടങ്ങി. അതിന് ആദ്യത്തെ സാക്ഷിയായിരുന്നു മഗ്ദലക്കാരത്തി മറിയ. അതിനുശേഷം കർത്താവിൽ നിദ്ര പ്രാപിച്ചവരൊക്കെ നിദ്ര പ്രാപിച്ചവരൊക്കെ പിന്നീട് ഉയർക്കുന്ന ഒരു കാലം വരും. എന്നാൽ പിന്നീട് പെന്തക്കോസ്ത് നാൾ മുതൽ ആ വീണ്ടും ജനത്തിന് അനുഭവം, ആത്മാവ്, പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മളെ പുതുതാക്കുന്ന ഒരു വീണ്ടും ജനത്തിൻ്റെ ഒരു അനുഭവം പെന്തക്കോസ്ത് നാൾ മുതൽ ഉണ്ടായതിനു ശേഷം എല്ലാം ആ ഒരു ന്യൂ ക്രിയേഷൻ ഓരോരുത്തരുടെ ജീവിതത്തിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവം എല്ലാം ഓരോ ദിവസവും പുതുതാക്കുന്ന ഒരു പ്രവൃത്തിയില്ല. ആരോ പറഞ്ഞതുപോലെ ഗ്രോത്ത് ഇസ് എ സീരീസ് ഓഫ് ന്യൂ ബിഗിനിങ്സ്. വളർച്ച എന്ന് പറയുന്നത് ഒരു പല പല പുതിയ തുടക്കങ്ങളുടെ ഒരു നീണ്ട നിരയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പുതുക്കം. ദൈവം എപ്പോഴും ഒരു പുതുക്കത്തിന് ദൈവമാണ്. അവിടെ അതിവിശുദ്ധ സ്ഥലത്ത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന മന്ന, അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പുതുതായിട്ട് തന്നെ ഇരുന്നു എന്നാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ വായിച്ച്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ ഇനി എത്ര ശാരീരികമായിട്ട് നമ്മൾ ടയേർഡായിരിക്കാം, രോഗാവസ്ഥയിലായിരിക്കാം, വേദനയിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം, എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ ആനന്ദത്തിന് പരിപൂർണതയുണ്ട്. അവിടെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അവിടെ ഒരു പുതുക്കമുണ്ട്. നമ്മളെ ആനന്ദത്തിന് പരിപൂർണത കർത്താവിൻ്റെ സന്നിധിയിലുണ്ടെന്നുള്ള വാക്യം നമുക്കറിയാം. എവിടെ? ദർ ഇസ് ഫുൾനെസ് ഓഫ് ജോയ് ഇൻ ദ ലോർഡ്സ് പ്രസൻസ്. സാം 16:11, 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെല്ലാം കർത്താവ് പുതുതാക്കി തീർക്കും. നമ്മൾ യെശയ്യാവ് 43 ആ വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ അങ്ങാഴ്ച നമ്മൾ വായിച്ചു. എല്ലാം കർത്താവ് അത് ചെയ്യും. ഇന്നും നമ്മളെ ഒന്നുകൂടെ പുതുതാക്കുന്ന ഒരു കർത്താവ്. നമ്മളിപ്പം ഈ കമ്പ്യൂട്ടറൊക്കെ സ്ലോ ഡൗൺ ആകുമ്പോൾ റിഫ്രഷ് ബട്ടൺ ഞെക്കും, എല്ലാം ഒന്ന് പുതുതാവാൻ വേണ്ടി. എന്നാൽ അതൊക്കെ ഞെക്കിയിട്ട് ചിലപ്പോൾ വലിയ കാര്യമൊന്നും കാണത്തില്ല, നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആയിട്ട് തന്നെയൊക്കെ ഇരിക്കും ചിലപ്പോൾ. ഇന്ന് കർത്താവ് എല്ലാം ഒന്ന് ഒരു റിഫ്രഷ് ബട്ടൺ ഞെക്കി എല്ലാം ഒന്ന് പുതുതാക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നത് നമ്മളുടെ സ്കിന്നിലെ സെൽസൊക്കെ പുതുതാവുന്നുണ്ട്. റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, വെളുത്ത രക്താണുക്കളും ഒക്കെ, അത് ഇത്ര അതിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ എല്ലാം പുതുതാവും. നമ്മുടെ മജ്ജയിൽ, ബോൺ മാരോയിൽ, അതായത് അസ്ഥിയിലുള്ള മജ്ജയിൽ ഈ രക്തത്തിൻ്റെ സെൽസൊക്കെ ഉണ്ടായി അത് രക്തത്തിലേക്ക് വരുന്നു. ദൈവം എന്തെല്ലാം വലിയ വലിയ മെക്കാനിസംസ് ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലെല്ലാം പുതുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവ്. അപ്പോൾ ആത്മീയമായിട്ടും നമ്മളെ പുതുതാക്കുന്ന ഒരു കർത്താവ്. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് നമ്മളെയും പുതുതാക്കും. ഒരു പുതിയ സന്തോഷം, പുതിയൊരു ആനന്ദം, പുതിയ പാട്ട്, അതെല്ലാം ഞാൻ പുതുതാക്കുന്നു. നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ നമ്മളത് വായിച്ചു. എന്താ പുതിയ പേര് നൽകും എന്ന് വെളിപാട് 2:17 നമ്മൾ കണ്ടു. പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് നമ്മളിപ്പം വെളിപാട് 21-ന്റെ 1-2 വാക്യങ്ങളിൽ കണ്ടു. പിന്നെന്താ
പിന്നെ പുതിയ പാട്ടിനെ കുറിച്ച് വെളിപാട് 14 അധ്യായത്തിൽ അതിൻ്റെ 2-3 വാക്യങ്ങളിൽ ന്യൂ സോങ്, ന്യൂ നെയിം, ന്യൂ സോങ്, ന്യൂ ഹെവൻ, ന്യൂ എർത്ത്, അങ്ങനെ എല്ലാം പുതുതാക്കുന്ന ഒരു കർത്താവ്. നമുക്ക് ഇന്ന് തന്നെ ഒരു പുതിയ പാട്ടും പുതിയ പേരും ഒക്കെ കർത്താവ് തരും. പുതിയ പേര് ആർക്കാ? ജയിക്കുന്നവർക്കാ പുതിയ പേരെന്നാണ് നമ്മളവിടെ അവിടെ വെളിപാട് 2:17 നമ്മൾ വായിച്ച്. ഇന്ന് നമ്മൾ ലോകത്തെയും ജഡത്തെയും പിശാചിനെയൊക്കെ ജയിക്കുമ്പോൾ, നമ്മളിതിനെ താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടതിനെയൊക്കെ ജയിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഒരു പുതിയ പേര് എന്ന് വെച്ചാൽ ഒരു കാന്ത, വേറെ ആർക്കും അറിയാത്തൊരു പേര് കൊണ്ട് കാന്തയെ കാന്തൻ വിളിക്കുന്ന ഒരു സിംബോളിസം, ഒരു പ്രതീകമാണ് നമ്മളവിടെ വെളിപാട് 2:17 നമ്മൾ വായിക്കുന്നത്. വെളിപാട് 2:17, റെവലേഷൻ 2:17 അവിടെ നമ്മൾ എന്താ വായിച്ചേ? അവിടെ പെർഗമം ചർച്ച്, പെർഗമോസിലെ ചർച്ച് സഭയിലെ ദൂതൻ എഴുതുന്ന 17-ാമത്തെ വാക്യത്തിൽ മറഞ്ഞിരിക്കുന്ന മന്ന, അവന് വെള്ളക്കല്ലും, മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുമ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്തുള്ള മന്നയാ. പിന്നെ വെള്ളക്കല്ലെന്ന് പറയുമ്പോൾ ഈ യുനോ ഗ്രൂം ബ്രൈഡിന് നൽകുന്ന മോതിരത്തിലൊക്കെ ഉള്ള ഒരു വെള്ളക്കല്ല്. നമ്മളാരും ആഭരണം ഇന്ന് പുതിയ ഉടമ്പടിയിൽ ആഭരണത്തിൻ്റെ കാര്യമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് മോതിരമൊന്നുമില്ല, എങ്കിലും അതൊരു ആലങ്കാരിക ഭാഷയായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും. അപ്പം ആ ഒരു പുതിയ പേര് കർത്താവ് നമ്മളെ പേര് ചൊല്ലി, ഓമന പേര് ചൊല്ലി വിളിക്കുന്നതെന്നൊക്കെ യെശയ്യാവ് 45:3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കർത്താവ് നമുക്ക് തരുന്നൊരു, നമ്മളെ സ്നേഹത്തോട് വിളിക്കുന്ന ഒരു ഓമന പേര്. മഗ്ദലക്കാരത്തി മറിയ അന്ന് കർത്താവ് പുനരുദ്ധാനം ചെയ്ത ദിവസം, ഞായറാഴ്ച ദിവസം രാവിലെ വന്ന് കരഞ്ഞോണ്ട് നിൽക്കുക. എന്നാൽ മറിയേ എന്ന് വിളിച്ചപ്പോൾ അതുവരെ തോട്ടക്കാരനാന്ന് വിചാരിച്ച ആളെ, ഇതാണ് യേശുവിൻ്റെ ആ ഒരു കരുണാർദ്രമായ സ്നേഹാർദ്രമായ ആ ഒരു സ്വരം, സ്നേഹത്തോടെയുള്ള ആ ഒരു പേര് വിളിക്കുന്ന ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയിൽ, അങ്ങനെ മറിയെന്ന് വിളിച്ചപ്പോൾ റബ്ബോനി, ഗുരുവേ എന്ന് പറയുന്ന തിരിച്ചറിയുന്ന ഒരു മറിയം. ആ ഒരു പുതിയ പേര് കർത്താവ് നമ്മളെ സ്നേഹത്തോടെ, ആർദ്രതയോടെ, മനസ്സലിവോടെ, ഈവൻ ചിലപ്പോൾ കാർക്കശ്യത്തോടൊക്കെ വിളിക്കുന്ന ആ ഒരു പുതിയ പേര്. അപ്പം ആ ഒരു കാര്യമൊക്കെ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്പം ജഗബേർ ഇപ്പം അത് വായിക്കുമല്ലോ. അത് അജ്ബേർ അന്തിമവിജയം പുസ്തകം, സാക്പിൻ ബ്രദറിന്റെ അന്തിമവിജയം പുസ്തകത്തിന്റെ അജ്ബേർ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജഗബേർ ഇപ്പം വായിക്കാൻ തുടങ്ങുമല്ലോ. വാക്യം 6: പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണോ അതെല്ലാം അന്തിമമായി ഇതാ പൂർണ്ണ നിവൃത്തിയിൽ എത്തിയിരിക്കുന്നു. അവിടുന്ന് ആദിയും അന്തവും ആകുന്നു. ക്രൂശിൽ വെച്ച് നിവൃത്തിയായി എന്ന് അവിടുന്ന് പറഞ്ഞു. അവിടെ ആരംഭിച്ച പ്രവൃത്തി, അത് പൂർണ്ണമായ നിവൃത്തി നമ്മൾ ഇവിടെ കണ്ടെത്തുന്നു. സംഭവിച്ചു തീർന്നു. ദാഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം. യേശു പറഞ്ഞു, നിനക്ക് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. മത്തായി 5:6. ജീവജലത്തിൻ്റെ ഉറവുകൾ, പരിശുദ്ധാത്മാവിൻ്റെ പദപ്രശ്നവും പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനവും അതിൻ്റെ അനുഭവങ്ങളുമാണ് ദാഹിക്കുന്ന എല്ലാവർക്കും അത് സൗജന്യമായാണ് കൊടുക്കുന്നത്. അതിന് ഒന്നും നൽകേണ്ടതായിട്ട് ഇല്ല. പണമോ നല്ല പ്രവൃത്തികളോ ഉപവാസമോ കാത്തിരിപ്പോ ഒന്നും. ഇവയൊന്നും കൂടാതെയാണ് അവ നൽകപ്പെടുന്നത്. നമ്മളിപ്പം വെളിപാട് 21-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. അവിടെ കർത്താവ് എന്താ പറയുന്നേ? Then he said to me, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഇറ്റ് ഈസ് ഡൺ. എല്ലാം ഫിനിഷായി. കർത്താവ് ക്രൂസിൽ തന്നെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ നിത്യതയുടെ കണ്ണിലെല്ലാം രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം താൻ ചെയ്തു. സാത്താൻ്റെ മേലുള്ള ജയമെല്ലാം പൂർത്തിയായി. കർത്താവ് ഒരു മനുഷ്യൻ നിലയിൽ അനുഭവിക്കേണ്ട എല്ലാ പ്രലോഭനങ്ങളും എല്ലാം അതിലൂടെ എല്ലാം കടന്ന് താൻ വിജയിച്ചു. എല്ലാ തരത്തിലും അവിടെ ഒരു പൂർണ്ണത ഉണ്ടായിരുന്നു. ആ പൂർണ്ണത അത് പരിപൂർണമായിട്ട് വെളിപ്പെടുന്നത്, ഇറ്റ് ഇസ് മാനിഫെസ്റ്റഡ് എപ്പോഴാ? ഈ ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയും ഈ ഒരു സമയത്താണ്. അപ്പോൾ അത് ഇറ്റ് ഇസ് ഡൺ.
ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ ആൻഡ് എ ടു സെഡ് എന്ന് നമ്മൾ പറയുന്നത് പോലെ എന്താണ് പറയുന്നത്, ആൽഫബറ്റ്, ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ ലെറ്റർ ആണ് ആൽഫ, അവസാനത്തെ ആൽഫബറ്റ് ആണ് ഒമേഗ. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏത് ആദ്യത്തെ ലെറ്റർ? എ, ആൻഡ് അവസാനം സെഡ്, സി അല്ലെങ്കിൽ ഇസഡ്. അപ്പം എ എൻ സി അല്ലെങ്കിൽ എ എൻ സെഡ് എന്ന് പറയുന്നത് പോലെയാണ് ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞത്. ഇത് ഇതേ പ്രയോഗം തന്നെ നമ്മൾ ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ എന്ന് വെളിപാട് പുസ്തകത്തിൽ എത്ര തവണ പറയുന്നുണ്ട്? 4 തവണ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ യേശു കർത്താവ് തന്നെ യോഹനാനോട് പറയൂ, ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ, ഞാൻ ആൽഫയും ഒമേഗയാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നെ ഇതേ വെളിപാട് 1-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിൽ ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യനും അന്ത്യനും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ എത്ര തവണയായി? ഇപ്പൊ 2 തവണ. ഇപ്പൊ ഇവിടെ വെളിപാട് 21-ന്റെ 6-ാമത്തെ വാക്യത്തില് 3 തവണ. 4-മത് എവിടെ പറയുന്നത്? 22-ാം അധ്യായം, വെളിപാട് അവസാനത്തെ അധ്യായം 22-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നത്? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദ്യവും അന്തവും ആകുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അപ്പോ 4 തവണ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ യേശു കർത്താവാണ് ആൽഫ ഒമേഗ എന്ന് അവിടെ വെളിപാട് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പിതാവാം ദൈവം ആൽഫ ഒമേഗ ആണെന്ന് പറയുന്നു. ദൈവം ഏകനാണ്, ത്രിയേക ദൈവം ഏകനാണെന്നുള്ളൊരു കാര്യം. ഒരു ദൈവമാണ്, എന്നാൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ആൽഫയും ഒമേഗയും. കർത്താവ് നമ്മളുടെ വിശ്വാസത്തിന്റെ തുടക്കക്കാരനും പൂർത്തി വരുത്തുന്നതിനും, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും, ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത് നമ്മൾ വായിക്കും. നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ ഏടുകൾ ആദ്യം എഴുതി തുടങ്ങിയതും അത് പൂർത്തിയാക്കാൻ പറ്റുന്നതും കർത്താവിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ എല്ലാം കർത്താവാണ് ആൽഫ ആൻഡ് ഒമേഗ. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും, ഇങ്ങനെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഹൗസ് ഡെഡിക്കേഷൻ ഫംഗ്ഷനാണ് നീ അടുത്ത ദിവസം അയച്ച് വരാനുള്ള ഒരു ചെറിയ ഒരു ഈവന്റ്. അപ്പൊ കാര്യങ്ങൾ എത്ര പേര് വിളിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് അറേഞ്ച് ചെയ്യണം, ഇത് എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പം എന്നാ കർത്താവാണ് ആൽഫയും ഒമേഗയും. കർത്താവിനെ സമർപ്പിച്ച് കർത്താവ് തരുന്ന ജ്ഞാനത്തോടെ കർത്താവിനെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്വസ്ഥതയുണ്ട്, അവിടെ ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ മാർത്തയെ പോലെ ഓടി നടക്കാം. എന്നാൽ മറിയത്തെ പോലെ കർത്താവിനെല്ലാം സമർപ്പിച്ച് കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിൻ്റെ ഊർജ്ജത്തോടെ കർത്താവിൻ്റെ നാമോഹത്തിനായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീസ് ആൽഫ ആൻഡ് ഒമേഗ. കർത്താവെ ഏതൊരു കാര്യത്തിന് ഞാൻ കർത്താവെ ആ ഒരു ചെറിയ ഫംഗ്ഷൻ്റെയും അവിടെ നിന്നാണ് തുടക്കക്കാരനും അവിടെ നിന്നാണ് അത് പൂർത്തി വരുത്തുന്നവനും എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഏരിയയിൽ വെച്ച് ഞങ്ങളുടെ കൈ കിടക്കത്തേ ഉള്ളൂ, ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് അവിടുത്തെ ഇത്തിരി കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് തരുന്ന ശക്തിയിൽ അവിടുത്തെ പാത്രങ്ങളായിട്ട്, ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട്, ഉപകരണങ്ങളായിട്ട് ഞങ്ങൾ ഉപകരിക്കപ്പെടാം. അതാ ഹിസ് ആൽഫ ആൻഡ് ഒമേഗ. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം നമുക്ക് ആ ഫിലിപ്പിയർ 1-ാം അധ്യായത്തിന്റെ 4-മത്തെയും 6-മത്തെയും വാക്യം 4 and 6, ഇംഗ്ലീഷിലും മലയാളത്തിലും 2 റെഫറൻസ്, അത് ഞാൻ 4 and 6 എന്ന് പറഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തിയുണ്ട്. അത് കർത്താവ് കൊടുക്കുന്ന നാൾ വരെയും തികയ്ക്കും എന്നുള്ളൊരു കാര്യം. അതൊരു നമ്മളുടെ വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിനെ അങ്ങനെ തികയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചിലരുടെ ജീവിതത്തിൽ 30% തികയ്ക്കാൻ പറ്റുന്നുള്ളൂ. അവര് കർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയും കൂടുതലൊന്നും എഴുതണ്ട, ഇത്രയൊക്കെ എനിക്ക് വിശ്വാസം മതി. അപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ നായകനാണ് കർത്താവ്. വിശ്വാസത്തിന്റെ ഏടുകൾ ഓരോന്നായിട്ട് എഴുതുമ്പോൾ അത്ര കൂടുതൽ വിശ്വാസമൊന്നും വേണ്ട, എനിക്ക് അത്ര വലിയ സമർപ്പണമൊന്നും ഇല്ല, ഇതൊക്കെ മതി, ഇപ്പോൾ തീർത്തും അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, കൂടുതൽ കർത്താവ് ആളാവണ്ട എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരം പിടിക്കും. അപ്പം കർത്താവിന് പൂർത്തിയാക്കാൻ ഒക്കത്തില്ല. പിന്നെ ചിലർ 60% വരെയൊക്കെ സമ്മതിക്കും. എന്നാൽ പൂർണ്ണമായിട്ടും തങ്ങളെ തന്നെ ഇങ്ങനെ താഴ്ത്തി പൂജ്യമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിനെ തികയ്ക്കാൻ സാധിക്കും. അതാ പൗലോസ് അത് കൊരിന്ത്യൻ വിശ്വാസികളെ കുറിച്ചല്ല എഴുതുന്നത്, ഫിലിപ്പിയ വിശ്വാസികളെ കുറിച്ച്. ഫിലിപ്പിയ വിശ്വാസികളെ കുറിച്ച് പൗലോസിന് അത് അത്ര മതിപ്പുണ്ടായിരുന്നു. ഫിലിപ്പിയ വിശ്വാസികളെ കുറിച്ച് എഴുതുമ്പം ഐ എം കോൺഫിഡൻറ്റ് ഓഫ് ദിസ് വെരി തിങ്. അതിൻ്റെ ഇംഗ്ലീഷിൽ 6-മത്തെ വാക്യം ഫിലിപ്പീൻസ് 1:6, മലയാളത്തിൽ അത് 4-മത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ആ നല്ല പ്രവൃത്തി, രക്ഷയുടെ ആ ഒരു പ്രവൃത്തി തുടങ്ങി കർത്താവ്, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഐ എം കോൺഫിഡൻറ്റ് ഓഫ് ദിസ് വെരി തിങ് ദാറ്റ് ഹി വാസ് ബിഗൺ എ. ഫിലിപ്പി വിശ്വാസികളെ കുറിച്ച് പൗലോസിന് അത്രമാത്രം തന്നെ ആത്മീയ മക്കളെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു അവരത് കർത്താവ് അതിൽ പെർഫെക്റ്റ് ചെയ്യും,
ഓരോരുത്തരെയും പെർഫെക്റ്റ് ആയിട്ട് കർത്താവിൽ നിർത്തണമെന്നോ തന്റെ ആഗ്രഹം എന്നൊക്കെ കൊളോസ്യർ 1:29 നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോരുത്തരെയും കർത്താവിൽ തികഞ്ഞവനായി നിർത്തുക. 1:28 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ തികയ്ക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ കൂടെയുള്ളവരെ ആ തികവിലേക്ക് നമ്മൾ വഴി നടത്തണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവരെ തികവിലേക്ക്, പൂർണ്ണതയിലേക്ക് വഴി നടത്തുന്ന ഒരു കാര്യമാണ് വെളിപാട് കൊളോസ്യർ 1:28 നമ്മൾ വായിച്ച്. എവരി വൺ പെർഫെക്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങളാവട്ടെ, നമ്മുടെ ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, അവരെല്ലാം കർത്താവിൽ തികഞ്ഞവരായിട്ടായി തീരണം. അവര് വിശ്വാസത്തിലുണ്ട്, അവര് അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ ഒരു പൊതുവരുത്തമായിട്ട് അങ്ങനെ അങ്ങ് ഒരു മിനിമം അജണ്ടയിൽ പോകാനല്ല. അവര് ഹോൾ ഹാർട്ടഡ് ഡിസൈപ്പിൾസ് ആകണം. ഹോൾ ഹാർട്ടഡ് ഡിസൈപ്പിൾസ് ആയിക്കൊണ്ടേയിരിക്കണം. അവർ ആ ഒരു കർത്താവിന്റെ ഏറ്റവും ഹയസ്റ്റിന് വേണ്ടി ആയിരുന്നവരായിരിക്കണം. മൈ അറ്റ്മോസ്റ്റ് ഫോർ ഹിസ് ഹയസ്റ്റ് എന്നൊരു പദപ്രയോഗം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അത് ആരെഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ്. ആരെഴുതിയ പുസ്തകം? ഒസ്വാൾഡ് ചേംബേഴ്സ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ എഴുതിയൊരു അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിന്, അദ്ദേഹം എഴുതിയ പല ഡിവോഷൻസിന്റെ ഒരു സമാഹാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് വായിച്ചിട്ടുണ്ട്. മൈ അറ്റ്മോസ്റ്റ് ഫോർ ഹിസ് ഹയസ്റ്റ്, കർത്താവിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ളതിന് വേണ്ടി ഞാൻ എൻ്റെ എന്താണ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മൂല, ഒരു കോർണർ ഓഫ് മൈ ലൈഫ് മാത്രം കൊടുത്തു എന്ന് പറഞ്ഞ കർത്താവ് സിംഹാസനത്തിൽ മാത്രം, ഹൃദയ സിംഹാസനത്തിൽ മാത്രം ഇരിക്കുന്ന കർത്താവ് മൂലയ്ക്കൊന്നും കയറിയിരിക്കത്തില്ല. ഒന്നുകിലിരിക്കും സിംഹാസനത്തിൽ, അല്ലെങ്കിൽ എന്താ കർത്താവ് പറയും, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരുന്നോളാന്ന് പറയും. അപ്പോൾ മൈ അറ്റ്മോസ്റ്റ്, എൻ്റെ ഏറ്റവും കർത്താവ് ഉന്നതമായത്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആണ്. അവിടുത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ളതിനായിട്ട് എൻ്റെ ഏറ്റവും പൂർണ്ണമായത് ഞാൻ സമർപ്പിക്കുന്ന ഒരു കാര്യം അതാ. ആ ഒരു പുസ്തകത്തിലെ ആ ഒരു ഹോൾ ഹാർട്ടഡ്നെസ്, നമ്മളാരും പൂർണ്ണരല്ല, എന്താ കർത്താവിന് വേണ്ടി ഒരു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവേ എന്നെ അങ്ങ് സഹായിക്കണേ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ ഇത് കുറവുകളുണ്ട്, ഇന്ന മേഖലയിലൊക്കെ ഇത് കുറവുകളുണ്ടെങ്കിലും കർത്താവേ എന്നെ തികയ്ക്കണമേ. പെർഫെക്റ്റ് മീ ലോർഡ്, ഐ വോണ്ട് ടു പ്രസ് ഓൺ ടു പെർഫെക്ഷൻ. നമ്മളുടെ ചേർച്ചിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രസ്സിങ് ഓൺ ടു പെർഫെക്ഷൻ. പൂർണ്ണതയിൽ, നമ്മളാരും പൂർണ്ണത എത്തിയെന്നല്ല, എന്നാൽ പൂർണ്ണതയിലേക്ക് ആയുന്ന ഒരു മനോഭാവം. അത് വചനത്തിലുള്ള കാര്യമാണ്. എവിടെ പൂർണ്ണതയിലേക്ക് ആയുക, അല്ലെങ്കിൽ പരിജ്ഞാനപൂർത്തിയിലേക്ക് ആയുക എന്നൊക്കെ മലയാള പരിഭാഷയിൽ എബ്രായർ 6:2 വാക്യം, ഇംഗ്ലീഷിൽ എബ്രായർ ഹിബ്രു 6:1, മലയാളത്തിൽ എബ്രായർ 6:2 വാക്യത്തിൽ പരിജ്ഞാനപൂർത്തി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് അറിവാന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന, അവിടെ ടിലിയാറ്റസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ടിലിയോട്ടസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണത, പെർഫെക്ഷൻ, മെച്യൂരിറ്റി. ഇറ്റ്സ് പ്രസ് ഓൺ ടു ദാറ്റ്. നമ്മുടെ ബാംഗ്ലൂർ CFCയുടെ ആ ഒരു പുൾപിറ്റിൽ തന്നെ അത് എഴുതി വെച്ചേക്കുന്നത് നമ്മളെ ഒത്തിരി വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ കോൺഫറൻസിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പം ആ ഒരു പൂർണ്ണതയിലേക്ക് ആയാനകത്ത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം ഹീസ് ആൽഫ ആൻഡ് ഒമേഗ. കർത്താവ് ചെയ്യും. നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയ്ക്ക് നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. വി ക്യാൻ ജസ്റ്റ് റെസ്പോണ്ട് ടു ദ പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം ചെയ്യുന്നത്. എന്നാൽ നമ്മളൊന്ന് സഹകരിച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മളായിട്ട് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല. നമുക്ക് ദൈവത്തിന്റെ പ്രവർത്തിക്ക് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് ഒരു ചോയ്സ് തന്നിട്ടുണ്ട്, ഒരു വിൽ പവർ, ഒരു തിരഞ്ഞെടുപ്പ്. അവിടെ നമ്മളെ തന്നെ താഴ്ത്താനും പറ്റും, നമ്മളെ തന്നെ ഉയർത്താനും പറ്റും. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ എപ്പോഴും നമ്മളെ തന്നെ താഴ്ത്താനായിട്ട്, ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്താനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ അങ്ങനെ താഴ്ത്തി പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ആ ശക്തിയാൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനും പറയാനും പൂർത്തീകരിക്കാനും ഒക്കെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാം കർത്താവ് തന്നെ ചെയ്യുന്നേ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് റെസ്പോണ്ട് ടു ദ പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണയ്ക്ക് നമ്മളെ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടങ്ങ് പ്രതികരിക്കുക. ആ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ചെറിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ബാക്കിയെല്ലാം കർത്താവ് ചെയ്തോളൂ. എന്നാൽ അത് ചെയ്യാത്തത് കൊണ്ടാണ് കർത്താവിന് നമ്മളെ തന്നെ ആ പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് നമ്മളങ്ങ് റെസ്പോണ്ട് ചെയ്യാതെ പ്രതികരിച്ച് നമ്മളെ തന്നെ താഴ്ത്തുക എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് എന്തോ താഴ്ത്തുന്ന ഒരു കാര്യമില്ല. പരിശുദ്ധാത്മാവാണ് നമ്മെ തന്നെ താഴ്ത്താൻ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ നമ്മളുടെ മേലുണ്ട്. നമ്മൾ അതിനങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ കർത്താവെ എന്നെ അങ്ങ് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ദൈവം ഭാഗ്യം ഒരു 0 ആയിട്ടായി തീരാനൊക്കും. അപ്പോൾ ദൈവം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഐ ആം ദ ആൽഫ ആൻഡ് ദ ഒമേഗ, ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും കർത്താവ് ഒരു കാര്യം തുടങ്ങിയെങ്കിൽ അത് കർത്താവ് പൂർത്തീകരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 6ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. നമ്മുടെ ജീവിതത്തിലൊരു ദാഹമുണ്ടോ? അപ്പൊ ആ നിത്യതയില്
ഉള്ള ദൈവാനുഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഹൃദയിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, എല്ലാം പുതുതാക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അനുഭവം, അന്ന് അതിന്റെ ഒരു പൂർണ്ണത അന്ന് വെളിപ്പെട്ട് വരും. അത് എന്ത് വലിയൊരു സന്തോഷമുള്ള വലിയൊരു എന്താ പറയുക, ഒരു പൂർത്തീകരണം, ഒരു സാഫല്യമായിരിക്കും, ഒരു ഫുൾഫിൽമെന്റ് ആയിരിക്കും. എന്നാൽ അതിന്റെ ഒരു മുൻരുചിയായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് നമുക്ക് ദാഹം ഉണ്ടെങ്കിലേ ഉള്ളൂ. ദാഹം നമുക്കായിട്ട് ഉണ്ടാക്കാൻ ഒക്കില്ല, പരിശുദ്ധാത്മാവിനെ ദാഹം തരാനൊക്കെ ഉള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആ പ്രേരണയ്ക്ക് നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പം ദൈവം തന്നെ നമുക്കൊരു ദാഹം, കർത്താവേ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരണം. യേശുവേ, നിന്റെ രൂപമേ, എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന നിന്നെയും നിന്നെ പോലെ ആക്കണം. പകുതി 30%, 50% അല്ല, 99% അല്ല, മുഴുവനായിട്ട് എന്നെ പൂർണ്ണമായിട്ട് യേശുവേ അങ്ങേ പോലെ ആക്കി തീർക്കണമേ എന്നുള്ളൊരു ദാഹം. ആ ഒരു അങ്ങനെ ഒരു ദാഹം, ആ ദാഹിക്കുന്നതിന് നമ്മളിപ്പോ ആദിമോചിയം പുസ്തകത്തില് അത് അതിന്റെ വാക്യത്തിൽ വായിച്ചു. നമ്മളിപ്പം വെളിപാട് പുസ്തകം 21-ന്റെ 6-ാമത്തെ വാക്യത്തില് കർത്താവാണ് ആൽഫയും ഒമേഗയും. നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങള്, ആ കാര്യങ്ങളില് കർത്താവാണ് ആൽഫയും ഒമേഗയും. കർത്താവെ, അതിന്റെ തുടക്കവും ഒടുക്കവും എല്ലാം കർത്താവെ, അത് അങ്ങ് തന്നെ ആയിരിക്കണമേ എന്നുള്ളൊരു കാര്യം നമ്മളുടെ ഒരു പ്രാർത്ഥനയും സമർപ്പണമായി തീരുമ്പോൾ നമ്മുടെ ജീവിതം എത്ര സ്വസ്ഥതയുള്ളതായിരിക്കും എന്ന് പറഞ്ഞാല്, എന്താ, നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ, കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിങ്കിലേക്ക്. നമ്മൾ എവിടെ അത് വായിക്കുന്നത്? റോമർ 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, റോമർ 11-ന്റെ 36-ാമത്തെ വാക്യത്തില്, അതിന്റെ അവസാനത്തെ വാക്യത്തിൽ, ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടു ഹിം ബി ഓൾ ദ ഗ്ലോറി എന്ന് നമ്മളിവിടെ വായിക്കുന്നത്. ഫോർ എവർ, എവർ ആൻഡ് എവർ. കർത്താവിലാണ് എല്ലാം എല്ലാം. നമ്മുടെ ജീവിതത്തിലും ആ ഒരു കർത്താവ് ആൽഫ ഒമേഗ ആയി തീരണമെങ്കിൽ എന്താ, കർത്താവിൽ നിന്ന്, കർത്താവിന്റെ പ്രേരണയിൽ നിന്ന്, കർത്താവിന്റെ ശക്തിയിലൂടെ, കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളായി തീരണം. അതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തൊട്ടടുത്ത വാക്യം എന്താ? റോമർ 11-ന്റെ 36 നമ്മുടെ ജീവിതത്തിൽ ആവണമെങ്കിൽ തൊട്ടടുത്ത വാക്യം എന്താ പറയുന്നത്? റോമർ 12-ന്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവത്തെ മനസ്സിൽ ഓർപ്പിച്ച് സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായിട്ട് അങ്ങ് സമർപ്പിക്കുവിൻ എന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരണമെങ്കിൽ, കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിലേക്ക് എല്ലാ കാര്യങ്ങളും ആയിത്തീരണം എന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി. എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് എൻ്റെ സ്വന്തം ഹിതത്തെ, എൻ്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന സ്വന്തം ഇഷ്ടത്തെ, ഇന്നലെ ഞാൻ, ഈഗോ, എൻ്റെ ആ സെൽഫ്, ഫ്ലഷ്, അതിനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് ആ ഒരു നമ്മുടെ ജീവിതത്തിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ, അതാണ് ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടു ഹിം എന്ന് നമ്മൾ സൈക്കിൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 1 കൊരിന്ത്യർ 3-ന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളില് 2 ടൈപ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ. നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമായി തീരണമെങ്കിൽ അങ്ങനെയുള്ളൊരു സമർപ്പണം. ബാക്കി നമ്മളിൽ നിന്ന് നമ്മുടെ സ്വന്തം ബ്രൈറ്റ് ഐഡിയാസ്, നമ്മുടെ വലിയ വലിയ തിളങ്ങുന്ന ചില ആശയങ്ങളും, നമ്മുടെ ശക്തിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളുടെ നാമം മോഹത്തപ്പെടാൻ വേണ്ടി, നമ്മളെ ഒന്ന് പൊക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുല്ല് വൈക്കോല്, മരം പുല്ല് വൈക്കോലായിട്ട് കത്തിയിരിഞ്ഞു പോകും. കർത്താവ് നമ്മുടെ ജീവിതത്തിന് ആൽഫയും ഒമേഗയും, കർത്താവിന് തുടക്കം മുതൽ ഒടുക്കം വരെ, തുടക്കവും അതിലൂടെ ത്രൂ ഔട്ടും അതിന്റെ ഒടുക്കവും എല്ലാം കർത്താവിൻ്റെതായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വസ്ഥതയുണ്ട്, ഒരു സമാധാനമുണ്ട്. കർത്താവ് അത് ചെയ്യും, എന്നിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്തത് അത് അവസാന നാൾ വരെയും തികയ്ക്കുമെന്ന് നമ്മളിപ്പോൾ ഫിലിപ്പിയർ 1-ന്റെ 4-6 വാക്യങ്ങളിൽ നിന്ന് ഇംഗ്ലീഷിലെ 6-ാമത്തെ വാക്യം, മലയാളത്തിൽ 4-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പറയുക, ദാഹിക്കുന്ന ഏവനുമാണ് ആ ഒരു ജീവനിരുവയിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അത് സൗജന്യമായിട്ട് കൊടുക്കുന്ന കാര്യമെന്ന് വെച്ചാൽ മാനുഷികമായിട്ടുള്ളൊരു വിലയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന്. ഇന്ന് അതിന് നൽകേണ്ടുന്ന ഒരു വില എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയജീവന്റെ വിലയാണ്. എല്ലാം വിറ്റ് ആ വിലയേറിയ മുത്ത് കരസ്ഥമാക്കുന്നു, അല്ലെങ്കിൽ എല്ലാം വിറ്റ് ആ ഒരു നിധിയുള്ള വയല് കരസ്ഥമാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മത്തായി 13-ാം അധ്യായത്തിന്റെ 44, 45, 46 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കതെല്ലാം അറിയാം. അതിന്റെ എന്താ വിലയെന്ന് വെച്ചാൽ ഓൾ ദാറ്റ് ഹി ഹാഡ്, അവനുള്ളതെല്ലാം വിറ്റ് എന്നുള്ളത് വായിച്ചാൽ നമ്മളുടേതായുള്ള നമ്മുടെ ആ സ്വയജീവൻ, നമ്മുടേതായ സെൽഫ്, ഇതെല്ലാം അങ്ങ് സമ്പൂർണ്ണമായിട്ട് അതാണ് അതിന്റെ വില. അത് വിലയായിട്ട് കൊടുക്കുമ്പോഴാണ് കർത്താവ് ഫ്രീ ആയിട്ട്
മാനുഷികമായ പൈസയൊന്നും ഇല്ല, അതുകൊണ്ട് സൗജന്യമാണ്. എന്നാൽ ഇതിന് നൽകുന്ന വില എന്താന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്വയജീവൻ. അങ്ങനെ അങ്ങ് കൊടുക്കുമ്പോൾ എന്താ കർത്താവ് സൗജന്യമായിട്ട് എന്താ തരുന്നേ? ജീവനീറുവയിൽ നിന്ന്. ആ ജീവനീറുവ എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതാന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ ജീവജലത്തിന് നദികൾ ഒഴുകും, ആഹ് ഇങ്ങനെ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഇങ്ങനെ ജീവജലത്തിന് നദികൾ ഒഴുകും, ഉള്ളതിൽ നിന്ന് ഒഴുകും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാണ്. പരിശുദ്ധാത്മാവ് തന്നെ അവിടെ യോഹന്നാൻ 7-ന്റെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായിട്ട് ദാഹിക്കുന്നവന്. അപ്പം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ദാഹത്തിനനുസരിച്ച് ദാഹിക്കുന്നവനെ തൃപ്തി വരുത്തുന്ന, വിശക്കുന്നവന് കൊടുക്കുന്ന ഒരു കർത്താവ്. വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നീഡ് ഇല്ലെങ്കിൽ, ഒരു ആവശ്യബോധം ഇല്ലെങ്കിൽ ദൈവത്തിന് വലിയ വളരെ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വലിയ തികഞ്ഞവരാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല, എന്നുവെച്ചാൽ എനിക്ക് മുട്ട് തികഞ്ഞു പോയി എന്നുള്ള കാര്യമല്ല, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുവാണെങ്കിൽ ദൈവത്തിന് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സമ്പന്നനാണ്, എനിക്ക് ഒന്നിനും കുറവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുണ്ട്, ലവുദിക്കയിലെ മൂപ്പൻ. വെളിപാട് 3:17 വായിക്കുന്നുണ്ട്. ദൈവത്തിന് അവനെ കുറിച്ചുള്ള ഡയഗ്നോസിസും അവന് അരിഷ്ടനാണ്, നീചനാണ്, നഗ്നനാണ്, കുരുടനാണ് എന്നൊക്കെയുള്ള കാര്യമൊക്കെ കർത്താവ് അവിടെ ഡയഗ്നോസ് ചെയ്ത് പറയുന്നതും അതിനുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് വെളിപാട് 3:17 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. ആത്മാവിന്റെ ദരിദ്രം എന്ന് പറഞ്ഞാൽ ഐ എം അവെയർ ഓഫ് മൈ ഓൺ നീഡ്. കർത്താവ് വേറെ ആരെക്കാളിലധികം യേശുവിനെ എനിക്കാ വേണ്ടത്. എന്ന് വെച്ചാൽ ഞാനാണ് പാപിയിൽ പ്രധാനിയായിട്ടുള്ളവൻ, ഞാനാണ് കർത്താവെ. അവിടുത്തെ ആ വിശുദ്ധിയില് ഇത്രയും വെളിച്ചം ഉണ്ടായിട്ട് കർത്താവെ ആ വെളിച്ചത്തിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നവൻ, ഏറ്റവും കർത്താവെ നീച്ച പാപി ഞാനാണ്, പാപിയിൽ പ്രധാനി ഞാനാണെന്ന് 1 തിമോഥെയോസ് 1:15 പൗലോസ് തന്റെ ജീവിതത്തിന്റെ അനുഭവമായിട്ട്, വെളിപ്പാടായിട്ട് പൗലോസ് പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു ആത്മാവിലെ ദരിദ്രാവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയൊരു അളവില്ലാത്തൊരു നിറവ് നമ്മൾ അനുഭവിക്കുമ്പോൾ അതാണ് സ്വർഗരാജ്യം. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലെ വ്യാപരിക്കുന്ന, നിയന്ത്രണം ഏറ്റെടുക്കുന്ന, ദൈവത്തിന് രാജ്യത്ത് നൽകുന്ന അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം രാജാവായിരിക്കുന്നിടം, അല്ലെങ്കിൽ യേശു രാജാവായിരിക്കുന്നിടം. യേശു രാജാവായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവിന് നമ്മളുടെ മേലും പരിപൂർണ്ണ അധികാരമുള്ള ഒരു ജീവിതം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതം, അതിനായിട്ട് അങ്ങനെ ആ ഒരു ദാഹിക്കുന്നവനാണ് കർത്താവ് തൃപ്തി വരുത്തുന്നത്. നമുക്ക് അതുപോലുള്ള വാക്യങ്ങളൊക്കെ സങ്കീർത്തനങ്ങളിലും അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ അത് കോട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൈവം അവിടെ അതിന്റെ 2-ാം അധ്യായത്തിലല്ലോ 1-ാം അധ്യായത്തില്, ലൂക്കോസ് 1-ല് അവിടെ മറിയത്തിന്റെ പാട്ട്, മറിയം ഒരു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടുമ്പോൾ എന്താ അതിന്റെ 53-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 51 മുതൽ നമുക്ക് വായിക്കാം. 51, ലൂക്കോസ് 1:51, ലൂക്ക് 1:51. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചും ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. വലിയ അഹങ്കാരമുള്ളവരെ ദൈവം ചിതറിക്കുന്നു. ഹി ഹാസ് ഡൺ മൈറ്റി ഡീഡ്സ് വിത്ത് ഹിസ് ആം. തന്റെ ഭുജം കൊണ്ട്, തന്റെ ആം കൊണ്ട്, തന്റെ കൈ കൊണ്ട് വലിയ കാര്യങ്ങളെ, വലിയ ബലം പ്രവർത്തിച്ചു, മൈറ്റി ഡീഡ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറയാം 52-ാമത്തെ വാക്യം, പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. പ്രഭുക്കന്മാരെന്ന് പറഞ്ഞ ഒരു ഞെളിഞ്ഞ് അഹങ്കാരത്തോടെ ഇരുന്ന ആൾക്കാരെയൊക്കെ സിംഹാസനത്തിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ട് താണവരെ, ആ ഒരു താണ അവസ്ഥ, അതിന്റെ തൊട്ട് മുമ്പ് 48-ാമത്തെ വാക്യം, 48-ാമത്തെ വാക്യത്തില് അവൻ തന്റെ ദാസിയുടെ താഴ്ച അല്ലെങ്കിൽ താണ അവസ്ഥ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു എന്നൊക്കെ പറയും. അത് നമ്മുടെ കത്തോലിക്ക ഓർത്തഡോക്സ് സഹോദരങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് 40 വട്ടം തത്തമ്മ പൂച്ച മാതിരിയൊക്കെ പറയും. എങ്കിലും ആ ഒരു താഴ്ന്ന അവസ്ഥ, മറിയത്തിനുണ്ടായിരുന്ന ആ താഴ്മ, അത് അതാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു ചടങ്ങ് മാതിരി എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. എന്ന് മാത്രമല്ല അത് വൃദ്ധാജൽപ്പനമൊക്കെ കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല മറിയത്തോടുള്ള മധ്യസ്ഥതയ്ക്ക് ഏറ്റവും വചനവിരുദ്ധമായിട്ടുള്ള സാത്താന്യമായിട്ടുള്ള പല ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ, എന്ന് വെച്ചാൽ സാത്താനാണ് അങ്ങനെയൊക്കെയുള്ള വൃഥ ആചാരങ്ങൾക്കൊക്കെ, അന്ധവിശ്വാസങ്ങൾക്കും അന്ധാചാരങ്ങൾക്കും ഒക്കെ പിന്നിലുള്ളത്. അങ്ങനെയുള്ള ഒരു മഹാബലിയും ബാബിലോണൊക്കെ പടുത്തുയർത്തി വെച്ചേക്കുന്നതൊക്കെ സാത്താന്റെ പ്രവൃത്തിയാണ്.
അപ്പൊ അതുകൊണ്ട് കത്തോലിക്കരൊക്കെ ആ ഒരു എക്സ്ട്രീമിലോട്ട് പോകും, മറിയത്തെ അങ്ങ് ആരാധിക്കാൻ വേണ്ടി പോകും. പക്ഷെ അപ്പം ബാക്കിയുള്ള വേർപെട്ട സഭക്കാരൊക്കെ അങ്ങ് മറിയത്തെ അങ്ങ് മറിയ വിരോധികളായിട്ട് മാറും. പക്ഷെ നമുക്ക് അങ്ങനെ മറിയ വിരോധികളാവേണ്ട കാര്യമില്ല. മറിയ ഒരു നല്ല വിശുദ്ധയായ താഴ്മയുള്ള ഒരു സഹോദരിയായിരുന്നു, ഒരു കൊച്ചു പെൺകൊച്ച്, ബിട്രോസ് ടു ഹസ്ബൻഡ് എന്ന് പറയുമ്പം ഈ പാട്ട് പാടുന്ന സമയത്ത് യോസഫിനെ വിവാഹ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദ പെൺകുട്ടികളൊക്കെ ഒരു 16-17 വയസ്സിലൊക്കെയാ വിവാഹ വാഗ്ദത്തം ചെയ്തപ്പെട്ടിരുന്നതും കല്യാണം കഴിച്ചതും ഒക്കെ എന്നാണ് യഹൂദന്മാരുടെ ചരിത്രം പറയുന്നത്. അപ്പം മറിയത്തിന് ആ ഒരു 16-17 വയസ്സുള്ള ഒരു ടീനേജ് ഗേൾ, അവളാണ് ആ ഒരു ദൈവത്തിന്റെ വലിയ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നത്. എന്റെ ദാസിയുടെ താഴ്ച കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ 52 വായിച്ചു. സിംഹാസനത്തിൽ നിന്ന് പ്രഭുക്കന്മാരെയൊക്കെ ആട്ടി ഓടിച്ചിട്ട് താണവരെ ദൈവം അവിടെ കൊണ്ടിരുത്തുക. അത് കഴിഞ്ഞിട്ട് പറയാം, നമ്മളിപ്പോൾ വായിക്കുന്ന പോർഷനോട് ബന്ധപ്പെട്ട ആ വാക്യം, 53-ാമത്തെ വാക്യം, ലൂക്കോസ് 1:53. നമ്മളവിടെ ദാഹിച്ചിരിക്കുന്നവർക്ക് ദൈവം തൃപ്തി വരുത്തുന്ന കാര്യമാണ് നമ്മളവിടെ വായിച്ചിവിടെ. വിശ്വസിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നരെ, തന്റെ സ്വയത്തിൽ തന്നെ സമ്പന്നരായിട്ടാണ് വലിയ ആളാന്നുള്ള ഒരു ഭാവമുള്ളവരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്ന, വെറുതെയും വെറും കൈയായിട്ട് പോയി. എന്നാൽ വിശക്കുന്നവരെ, ഇപ്പം യഥാർത്ഥത്തില് ഒരു വചന ശുശ്രൂഷയില് യഥാർത്ഥത്തിലൊരു കർത്താവിന്റെ വചനത്തിനായിട്ടൊരു ദാഹമുള്ളവർക്ക് ഒരു നിറവുണ്ടാകും. ബാക്കിയുള്ളവർ എനിക്കെല്ലാം അറിയാം, ഇതിപ്പോ എന്തോ കൂടുതലെന്തോ ഇതിനകത്ത് അറിയാനുണ്ടോ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തോ വേണ്ടൊക്കെ പറയുന്നു. അവര് വെറും കൈയായിട്ട് പോകും. എന്നാൽ യഥാർത്ഥത്തില് ഒരു ദാഹമുള്ളവർക്ക് അവർക്കൊരു നിറവ് ലഭിക്കും. അവർക്കൊരു ആ, ഈ വചനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു അധികമായിട്ടുള്ളൊരു അനുഭവവും നിറവും ഒക്കെ ലഭിക്കും. നമ്മൾ വചനത്തിലുടനീളം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദാഹിക്കുന്നവനും എന്റെ അടുക്കൽ വരുവിനാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 7:37 വായിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അവിടെ കൂടാര പെരുന്നാളായിരുന്നു, ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത്സ്. 7-ാം അധ്യായം, യോഹന്നാൻ 7-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തില് ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസത്തില് കർത്താവ് ഉച്ചത്തില് പറഞ്ഞു എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. കർത്താവ് ഉച്ചത്തിൽ പറഞ്ഞ്, കർത്താവ് സാധാരണ ഉച്ചത്തിൽ പറയാത്തോണ്ട് ഉച്ചത്തിൽ പറഞ്ഞത് വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സാധാരണ കർത്താവിന്റെ ശബ്ദം പോലും തെരുവീതികൾ കേൾക്കുകയില്ലെന്നൊക്കെയാണ് പ്രവചനം യെശയ്യാവ് 42-ാം അധ്യായത്തില് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, യെശയ്യാവ് പ്രവചനാത്മാവ്. അപ്പൊ അതുപോലെ അലറി വിളിച്ച് ബഹളം വെച്ചുള്ള ഒരു സംസാരമായിരുന്നില്ല കർത്താവിൻ്റെ. എന്നാൽ ഈ ഒരു കാര്യം നമുക്ക് കർത്താവ് വളരെ ശബ്ദം ഉയർത്തി അത് എംഫസൈസ് ചെയ്ത് പറഞ്ഞതായിട്ട്, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരുകയും വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും എന്നുള്ളൊരു കാര്യം. ആ ഒരു ദാഹം, ആ ഒരു ജീവജലത്തിന്റെ നദികൾ നമ്മളെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് ഒഴുകണമെങ്കിൽ, കവിഞ്ഞൊഴുകണം, നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകണമെങ്കിൽ രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നത്: ദാഹം, വിശ്വാസം. ദാഹിക്കുന്നവനെ എന്റെ അടുക്കൽ വരിക, വിശ്വസിക്കുക. അപ്പൊ ആ ദാഹവും വിശ്വാസവും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നേ. പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ടുള്ള ദാഹവും വിശ്വാസവും പരിശുദ്ധാത്മാവിനെ നൽകുന്നത് നമുക്ക് ആ ദൈവത്തിന്റെ ആ ഒരു ദാഹിക്കാനും വിശ്വസിക്കാനുള്ള ആ ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുക, നമ്മളെ തന്നെ അതിനോട് അങ്ങ് പ്രതികരിക്കുക. പ്രതികരിക്കുമ്പോൾ ദൈവം നമുക്കൊരു ദാഹവും വിശ്വാസവും തരും. ആ ദാഹത്തിലും വിശ്വാസത്തിലും നമ്മൾ അതുപോലെ ദാഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ അനുഭവിക്കുകയും അത് നമ്മളിൽ നിന്ന് കവിഞ്ഞൊഴുകി, നമ്മുടെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു എന്നൊക്കെ, എന്റെ പാനപാത്രം നിറഞ്ഞ കവിഞ്ഞൊഴുകുന്നു, മൈ കപ്പ് ഓവർഫ്ലോസ് എന്നാണ് സങ്കീർത്തനം 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് നിറഞ്ഞ കവിഞ്ഞൊഴുകി അത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നൊരു കാര്യം. അപ്പം ആ ഒരു എങ്ങനെയുള്ളവരെ കർത്താവ് നിറയ്ക്കുന്നേ, അതുപോലൊരു ദാഹമുള്ളവരെ എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് ആൽഫ ഒമേഗ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം കണ്ടു. എന്താ, എല്ലാം കർത്താവ് ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, കർത്താവ് അത് പൂർത്തീകരിക്കും. നമ്മുടെ തന്നെ സെക്യുലർ ആയിട്ടുള്ള പല കാര്യങ്ങളും, സെക്യുലർ എന്ന് പറയുമ്പോൾ എന്താ, മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയം നമ്മൾ കരുതാത്തതായിട്ടുള്ള നമ്മുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാവി സംബന്ധമായിട്ടോ നമ്മുടെ വീട് സംബന്ധമായിട്ടോ നമ്മുടെ ഈനോ പഠിത്ത സംബന്ധമായിട്ടോ ഒക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ, ആ കാര്യങ്ങൾ കർത്താവ് ഒരു കാര്യം തുടങ്ങിയെങ്കിൽ കർത്താവ് അത് പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം. കഥ എന്നെ ശക്തനാകുന്ന മുഖാന്തരം എനിക്കെല്ലാം സാധ്യമാണ്. ഞാൻ സകലത്തിലും മതിയാകുന്നില്ലെങ്കിൽ ക്രിസ്തു എന്നെ ശക്തിപ്പെടുത്തുമ്പോൾ എനിക്കെല്ലാം സാധ്യമാണെന്നാണ് അവിടെ ആ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കുറച്ചുകൂടെ കറക്റ്റായിട്ട് പാരഫ്രൈസ് ചെയ്യുന്നത്. ക്രിസ്തു അവിടെ ആ ശക്തനാക്കുന്നവൻ എന്ന് അങ്ങ് പറഞ്ഞേക്കുക, ശക്തനാക്കുന്ന ക്രിസ്തു എന്ന്, ക്രിസ്തോസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഗ്രീക്കിലുണ്ട്. മലയാളത്തിൽ അതങ്ങ് അവൻ അങ്ങ് എഴുതിയേക്കുമല്ല. ക്രിസ്തു എന്നെ ശക്തനാക്കും, അഭിഷിക്തനായ കർത്താവ് തന്നെ അഭിഷേകത്തെ തന്നെ ശക്തനാക്കുമ്പോൾ എനിക്കെല്ലാം സാധ്യമാണ്, എനിക്കെല്ലാത്തിനും കഴിയും, എനിക്ക് കഴിയും. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. ഇസ് ആൽഫ ആൻഡ് ഒമേഗ. പിന്നെ നമ്മൾ എന്താ കണ്ടേ, കർത്താവിന്റെ ആ ഒരു നമ്മളുടെ ദാഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവ്. പിന്നെ 7-ാമത്തെ വാക്യം കൂടെ നമ്മളിപ്പം
ചെറിയൊരു വാക്യമാണ്. അതന്നെ അതും കൂടെ അങ്ങ് വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഏഴാമത്തെ വാക്യം ഇപ്പം അജു പേർക്കും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ചെക്ക് പേർക്കും വായിക്കുക. ജയിക്കുന്നവന് ഇത് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഒരു കുഞ്ഞും ഒരു മകനും തമ്മിൽ വ്യത്യാസമുണ്ട്. അവൻ എനിക്ക് മകനായിരിക്കും, പൈതലായിരിക്കും എന്നല്ല എന്നാണ് ദൈവം ഇവിടെ അരുളി ചെയ്യുന്നത്. തൻ്റെ മുഴുവൻ ഓഹരിയും പ്രായപൂർത്തിയായ മകന് നൽകിക്കൊണ്ട് പിതാവ് പറയും, മകനെ, നീ ഞാൻ പരീക്ഷിച്ച് നോക്കി, നീ കൊള്ളാകുന്നവനെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ സൃഷ്ടിച്ചതെല്ലാം നിനക്ക് ഉള്ളതാണ്. ജയിക്കുന്നവന് ആ ദിനം എത്ര അനുഗ്രഹമായി പൂർണ്ണമായിരിക്കും. വെളിപാട് 21-ന്റെ 7-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. നമ്മളിപ്പം വചനത്തിന്റെ ഓരോരോ പ്രതിവാക്യമായിട്ട് നമ്മൾ പോകുമ്പം ഇത്ര സ്ലോ ആയിട്ട് നമ്മൾ പോകുന്നത് എന്താ, അത് അതിന്റെ ആഴത്തില് അതിന്റെ എല്ലാ ആത്മീയ അന്തസ്സത്തെയും നമ്മളത് എടുത്ത് വേണം നമ്മൾ പോകാൻ. ഓഫ്കോഴ്സ് എല്ലാ ആത്മീയ അന്തസ്സത്തെയും നമുക്ക് അത് അളവില്ലാത്തതാണ്. എന്നാൽ നമുക്ക് പറ്റുന്നതിന് അത്രയും, നമുക്കിപ്പം ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അത്രയും ആത്മീയ അന്തസ്സത്തെ. ഇപ്പൊ ഈ കരിമ്പിൻ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ്, ഷുഗർ കെയിൻ ജ്യൂസ് ഉള്ള കടയിൽ നമ്മൾ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവര് കരിമ്പ് ഒന്ന് ഇങ്ങനെ ആക്കി ഒന്ന് അത് ഇങ്ങനെ ചതച്ചരച്ച് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മടക്കി പിന്നെ അതിനകത്തൂടെ പിന്നെ ഉള്ളതെല്ലാം ഊറ്റിയെടുത്ത് തരും. പിന്നെ അത് രണ്ടു മൂന്ന് പ്രാവശ്യം മടക്കി പിന്നെ അതിനകത്തുള്ളത് എന്ന് പറയുന്നത് പോലെ ആ വചനം അതുപോലെ കഥാപാത്രത്തിലുള്ള എല്ലാ സത്യയും ഇപ്പൊ നമ്മളുടെ ആൽഫയാണ് ഒമേഗയാണെന്നൊക്കെ വായിച്ച് നമുക്കങ്ങ് പോകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു കർത്താവ് എൻ്റെ ആൽഫ ഒമേഗയാണ്. കർത്താവ് എനിക്ക് ആ ഒരു ദാഹത്തോടെ ഞാൻ ആയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു ആഴത്തിലുള്ള ഒരു അനുഭവം എനിക്ക് അധികമായിട്ട് ദൈവം തരും. പിന്നെ ഇപ്പൊ നമ്മൾ വായിച്ച 7-ാമത്തെ വാക്യം, വെളിപാട് 21-ന്റെ 7-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുക, ഓവർകം, നിക്കാവോ നൈക്കി നൈക്കി ഷൂസ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ബ്രാൻഡ് കേട്ടിട്ടുണ്ടായിരിക്കും. നൈക്കി എന്ന് പറഞ്ഞാൽ വിക്ടറി, നിക്കോൾസ് എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്ന് വന്നതാണ്. നിക്കാവോ എന്ന് പറഞ്ഞാൽ നിൽക്കാവോ എന്നല്ല, നിക്കാവോ എന്ന് പറഞ്ഞാൽ ജയിക്കുക, ഓർക്കാം. ആ നിക്കാവോ എന്നുള്ള പദം അനേക തവണ, ഒരുപാട് തവണ ഈ വെളിപാട് പുസ്തകത്തിലുള്ള കാര്യം നമുക്കറിയാം. നിക്കാവോ, കോൺകർ, ഓവർകം, കം ഓഫ് വിക്ടോറിയസ്. അത് 28 തവണയാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആ 28-ല് 16 തവണ എവിടെ പറഞ്ഞിരിക്കുന്നത്? വെളിപാട് പുസ്തകത്തില. പുതിയ നിയമത്തിൽ 28 തവണ നിക്കാവോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. അതിൽ 16 തവണയും അത് വെളിപാട് പുസ്തകത്തില. ആ 16 തവണ പറഞ്ഞിട്ടുള്ളതിൽ 8 തവണയും അത് 7 സഭകളോടുള്ള ദൂതില. എന്നുവെച്ചാൽ 7 സഭകളല്ലേ ഉള്ളൂ. പിന്നെ 8 തവണ എവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ വെളിപാട് 3-ന്റെ 21-ല് 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 തവണയും കൂടെ അതും കൂടെ കൂട്ടും 7 8 തവണ വെളിപാട് 2-3 അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജയിക്കുക എന്നുള്ള വാക്ക് എവിടൊക്കെ വന്നിട്ടുണ്ട്, ബാക്കിയുള്ള 16 തവണ എവിടൊക്കെയാ, അല്ല ബാക്കിയുള്ള 8 തവണ എവിടൊക്കെയാന്ന് പെട്ടെന്ന് കാണണമെങ്കിൽ വെളിപാട് 5-ന്റെ 5-ല് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് എന്താ, അവിടെ ജയം പ്രാപിച്ച കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ആ മുദ്രയിടപ്പെട്ട പുസ്തകം തുറക്കാൻ ആർക്കേ പറ്റത്തുള്ളൂ? ജയം പ്രാപിച്ച കർത്താവ് ജയം പ്രാപിച്ചതാണ്. ഈ ഓവർകെയിം, കർത്താവിന് ഐ ഹാവ് ഓവർകം ദ വേൾഡ് എന്ന കർത്താവ് ഞാൻ ഈ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 16:33 നമ്മൾ വായിക്കുന്നത്. എന്നുവെച്ചാൽ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു പറയുമ്പോൾ അന്നത്തെ റോമൻ സാമ്രാജ്യത്തെയോ രാഷ്ട്രീയമായ ഒരു ജയത്തിന്റെ കാര്യമേ അല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ആ റോമൻ ഗവൺമെന്റ് കീഴിൽ തന്നെ ക്രൂശിക്കപ്പെടാൻ പോവുക. എന്നാൽ കർത്താവ് ജയിച്ചിരിക്കുന്ന ലോകം എന്താണെന്ന് ചോദിച്ചാൽ, ലോകം എന്താണെന്ന ഇതേ യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 2:16 പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കൺമോഹം, ജനമോഹം, ജീവനത്തിന്റെ പ്രതാപം. എന്ന് വെച്ചാൽ മണി, ഓണർ, പ്ലഷേഴ്സ്, പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങളെല്ലാം ജയിച്ച്. അപ്പൊ അങ്ങനെ ജയം പ്രാപിച്ച കർത്താവ്, ജയിക്കുന്നവനാണ് തന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ജയിക്കുന്നവനാണ് ഈ വരം നൽകുന്നത്, അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ അതിനായിട്ടുള്ളൊരു ജയാളിയാകുവാൻ, ടു ബി ഓൻ ഓവർകം, നിക്കാവോ, കർത്താവിന്റെ ജീവിതത്തിൽ ഒരു ജയം, അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു ജയകരമായിട്ടുള്ള ഒരു ജീവിതം. പാപത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ ജഡത്തിനോ ലോകത്തിനോ പിശാചിനോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കീഴ്പ്പെട്ടു പോകാനല്ല, മറിച്ച് അതിനെല്ലാം ജയിക്കുന്നവനായിട്ടായി എന്നെ ആക്കി തീർക്കണമേ കർത്താവേ.
നമ്മളൊരു ദാഹം നമുക്ക് വേണം. വെളിപാട് പുസ്തകത്തില് ഇത് ഈ പുതിയ നിയമത്തിൽ തന്നെ 28 തവണ പറഞ്ഞിട്ടുള്ളതിൽ 16 തവണ ഈ വെളിപാട് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്തേക്കുള്ള ഈ പുസ്തകത്തിൽ, അന്ത്യകാലത്തേക്ക് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് വെളിപാട് പുസ്തകം, എന്നാൽ അന്ത്യകാലത്തേക്ക് എസ്പെഷ്യലി പ്രത്യേകിച്ചുള്ള ഈ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവസാന കാലത്ത് ദൈവം ജയാളികളെ എത്രയധികം ഉറ്റുനോക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പാപവും അകൃത്യമൊക്കെ പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന അന്ത്യകാലമാണ്. എന്നാൽ അവസാനം വരെയും ഈ സ്നേഹത്തിലും വിശ്വാസത്തിലും ഒക്കെ പിടിച്ചു നിൽക്കുന്ന, അതിലൊക്കെ ഈ അവിശ്വാസത്തെയും സ്നേഹമില്ലായ്മയൊക്കെ ജയിക്കുന്നവരെ ആ കർത്താവ് നോക്കുന്നത്. വെളിപാട് 5:5 കർത്താവ് ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിന്നെ വെളിപാട് 6:2 പക്ഷെ ആരെ അവിടെ വേറൊരു ജയത്തെക്കുറിച്ച്, അത് ഇത് ക്രിസ്തുവിന്റെ ജയം, അവനെ ജയിക്കുവാനായിട്ട്, അവൻ ജയിക്കുവാനായും പ്രവർപ്പെട്ടു എന്ന് പറഞ്ഞേക്കുന്ന അത് ലോകപ്രകാരമുള്ളൊരു ജയമാണ്. ഇത് ക്രിസ്തുവിന്റെ ജയം. പിന്നീട് വെളിപാട് 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ജയം എന്നുള്ള വാക്ക്, ജയിക്കുക എന്നുള്ള വാക്ക്. വെളിപാട് 11-ന്റെ 7-ാമത്തെ വാക്യത്തില് എന്താ അവിടെയും എന്താ അവിടെയും ഈ ജയം എന്നുള്ളത് മാനുഷികമായ ഒരു ജയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ജഡപ്രകാരം ആ രണ്ട് സാക്ഷികളെ, കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം കർത്താവിനായിട്ട് മോശയുടെ ഏലിയാവിന്റെയും ആത്മാവിലുള്ള ശുശ്രൂഷയുള്ള ആ രണ്ട് സാക്ഷികളെ എന്താ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ആരാ? ഇത് ക്രിസ്തു. അവരോട് പടവിട്ട് അവരെ ജയിച്ചു കൊന്നുകളയും. വെച്ചാൽ അവരുടെ ജഡത്തെ ജയിക്കുന്ന കാര്യം, അവരുടെ ആത്മാവിനെ ദേഹിയൊന്നും ജയിക്കാൻ ക്രിസ്തുവിന് കഴിയത്തില്ല. അവരുടെ ജഡത്തെ എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തെ, ജഡത്തെ എന്നതിന് ഉദ്ദേശിച്ച് ശരീരത്തെ ജയിക്കുന്നു എന്നുള്ളൊരു കാര്യം. അത് വെളിപാട് 11-ന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. പിന്നെ വെളിപാട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ ജയിക്കുക എന്നുള്ള കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് അവിടെ ജയം ആരുടെ ജയമാണ്? നമ്മളുടെ ആത്മീയ ജയത്തെ കുറിച്ച് പറയുന്നത്. അവർ അവനെ, അതായത് ഈ പിശാചിനെ, കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. ജീവപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അതായത് കർത്താവിന്റെ രക്തം ഹേതുവായിട്ട് ജയിച്ചു. കർത്താവിന്റെ രക്തം എന്റെ പാപങ്ങളെല്ലാം ശുദ്ധീകരിച്ചിട്ടുണ്ട്. പിശാചിനി ഇനി എന്നെ നീ കുറ്റപ്പെടുത്താൻ വന്നു പോയിരിക്കരുത്. നിനക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഞാൻ വചനത്തിന് റെഫറൻസ് പറഞ്ഞുതരാം. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഫ്യൂച്ചറും കൂടെ ഞാൻ പറഞ്ഞുതരാം. വചനത്തിന് റെഫറൻസ് കർത്താവിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 1-ന്റെ 9-ാമത്തെ വാക്യം, 7-9 വാക്യങ്ങളിൽ. ഇപ്പം പിശാചിന് കൂടുതൽ ഡൗട്ട് ഉണ്ട്, അവന്റെ ഫ്യൂച്ചറും കൂടെ കാണിച്ചു തരണമെങ്കിൽ വെളിപാട് 20-ന്റെ 10 അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത വാക്യം, അവനവിടെ തീപ്പൊയ്കയിൽ നിത്യമായിട്ട് കിടക്കാനുള്ളവനാന്നുള്ളത് ആ വാക്യം കൂടെ കാണിച്ചു കൊടുത്തോണം. അങ്ങനെ കർത്താവിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും കർത്താവിനെ സ്നേഹിക്കുന്നു. പിതാവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു. യോഹന്നാൻ 17-23. അങ്ങനെ ഒരു സാക്ഷ്യവചന ഹേതുവായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വസിക്കുന്ന കാര്യം, നമ്മൾ ആരോട് നമ്മുടെ വിശ്വാസം നമ്മളൊന്നും പുറത്തുനിന്ന് വാഗോണ്ട് പറയുന്നില്ല. എല്ലാം ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ ഒതുക്കി പിടിച്ച് അടക്കി പിടിച്ച് ഇങ്ങനെ കട്ടലിന്റെ കീഴിൽ വെക്കുന്ന ഒരു വിളക്ക് മാതിരിയാണെന്നുണ്ടെങ്കിൽ അത് ഒരു എത്ര നേരം നിൽക്കുന്ന ഒരു വിശ്വാസമായിരിക്കും, അധികമൊന്നും പോകത്തില്ല എന്നാണ്. അത് എന്റെ പാനപാത്രം നിറഞ്ഞ കവിഞ്ഞ് ഒഴുകുമ്പോൾ നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒക്കെ വിശ്വാസം വെളി വരും. ഇന്ന് ഞങ്ങള് ഇവിടെ അയൽവക്കത്തൊക്കെ ചെന്ന് കുറച്ച് അയൽവക്കത്തൊക്കെ ചെന്ന് ഈ ഹൗസ് എഡ്യൂക്കേഷന്റെ ഇൻവിറ്റേഷന് പോകുമായിരുന്നു. അപ്പൊ അവിടെ എല്ലാം നമ്മള് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞ അവിടെ ദൈവവചനം കൂടെ കൊടുക്കുന്നതില് ആദ്യം തന്നെ ലോർഡ് ജീസസ് സെഡ്, യേശു പറഞ്ഞു, നീ ഇവയിലും മഹത്വമുള്ളവ മഹത്വമേറിയവ കാണും. യോഹന്നാൻ 1-ന്റെ 50-ാമത്തെ വാക്യം. അവിടെ യേശുവിന്റെ ഞങ്ങൾ പോകുന്ന കൂട്ടത്തില് അയൽവക്കത്തില് ഒരു ഫാമിലി, ഹെവൻലി ഫീസ്റ്റിൽ പോകുന്ന ഒരു ഫാമിലി പരിചയപ്പെടാനിടയായി. ചിലപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ അയൽവക്കം ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, അച്ഛനും അമ്മയും എല്ലാം കൂടെ വന്നു. ഞങ്ങൾ കുറച്ച് ഇപ്പൊ കുറെ വീടുകള് കയറി. ഇനിയിപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി വീടുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് അയൽവക്കത്തൊക്കെ ക്ഷണിക്കാനായിട്ട് പോയപ്പം അപ്പൊ ചിലത് ചോദിച്ചു പാലുകാച്ച് അങ്ങ് രാവിലെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ചർച്ചിന്റെ ഫംഗ്ഷൻ രാവിലെ 10 മണി മുതലുണ്ട്, പിന്നെ റിസപ്ഷൻ 3 മണി ശേഷമാണ്. അപ്പൊ അവിടെ പറയുമ്പോൾ അവിടെ അവിടെ ഒരു കർത്താവിന്റെ നാമത്തിൽ, അത് മാത്രമല്ല സ്ത്രീകളെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആഭരണം ഇടാതെ അവിടെ കയറി ചെല്ലുമ്പോൾ അതൊരു വലിയ സാക്ഷിയാണ്. ഞങ്ങള് കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൻ്റെതല്ല എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ഏതോ ഒരു അയൽവക്കത്തുള്ള ഒരു ചേച്ചി സ്ത്രീകളോട് ചോദിച്ചു, ഒരു താലിമാല പോലും ഇട്ടിട്ടില്ലല്ലോ. പക്ഷെ എന്നെ കേൾക്കല്ല ചോദിച്ചത്, എന്നെ കേൾക്കെ ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടെ നല്ല ഡോസ് കൊടുത്തു. അപ്പൊ സ്ത്രീകൾ എന്തോ ഞാനതോടെ പറഞ്ഞു, എൻ്റെ ആവശ്യമില്ല, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഇതൊക്കെ മതി എന്നുള്ള കാര്യം.
ധൈര്യത്തോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു സാക്ഷി ഹേതുവായിട്ട് ജയിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന്. ഓക്കെ. അങ്ങനെ മരണപര്യന്തം പ്രാണനെ സ്നേഹിച്ചില്ല. അപ്പൊ അവിടെ യേശുവിന് രക്തഹേതുവായിട്ട് ജയിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത് എവിടാ? വെളിപാട് 12:11 കറന്റ് ലൊക്കേഷൻ. കുഞ്ഞാടിന്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും കർത്താവ് എല്ലാം എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് ഞാൻ കർത്താവിൻ്റെതാണ്, പിശാച് തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്, പിശാചിനെ ഞാൻ കാൽക്കീഴിൽ ചതച്ചരിക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മുടെ അത് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ വാക്കുകളുടെ പ്രവൃത്തികളിലൊക്കെ അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പൊ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി കുറച്ച് അയൽവക്കത്തൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയ കാര്യം പറഞ്ഞു. ഓക്കെ. പിന്നെ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്വയത്തെ പ്രാണനെ എന്ന് പറഞ്ഞാൽ സ്വയജീവനെ, ദേഹിയുടെ ജീവനെ സ്വന്തം ഹിതത്തെ സ്നേഹിക്കാതെ കർത്താവ് ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുന്നത്. ആ ക്രൂശിലൂടെ ആണ് ജയം. രക്തത്തിലൂടെയുള്ള ജയം, സാക്ഷ്യത്തിലൂടെ ഉള്ള ജയം, ക്രൂശിലൂടെ എന്ന് പറഞ്ഞാൽ സ്വയത്തിന്റെ മരണത്തിലൂടെയുള്ള ജയം. ഇപ്പൊ നമ്മള് വെളിപാട് 5:5 കണ്ടു, 6:2 കണ്ടു, 11:7 കണ്ടു, 12:11 കണ്ടു, പിന്നെ 13:7. 13:7 എന്താ അവിടെ ഇത് ക്രിസ്തുവിന്റെ മാനുഷിക ജയത്തെ അല്ലെങ്കിൽ ഭൗതികമായ ജയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വെളിപാട് 13:7 വാക്യം വിശുദ്ധന്മാരോടും യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഒരു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും, അത് ആ ഒരു ഭൗതികമായ അവരുടെ ശരീരത്തെ മാത്രമേ ജയിക്കാൻ അവർക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ 15:2 വാക്യം അത് ആത്മീയ ജയത്തെ കുറിച്ചാണ് വായിക്കുന്നത്. വെളിപാട് 15:2 നമുക്ക് ഇഷ്ടമുള്ള ഒരു വാക്കാണ്, പൊൻവീണം ഇട്ടുന്ന കാര്യമാണ്. ദൂതന്മാർ പൊൻവീണം ഇട്ടുന്നത് നമ്മളിന്ന് പാടിയത്. ശരിക്കും പറഞ്ഞാൽ ജയിച്ച് ജയാളികളാണ് പൊൻവീണം ഇട്ടുന്നത്. അതാ നമ്മള് വായിക്കുന്നത് ഇവിടെ. വെളിപാട് 4:6 വെളിപാട് 4:6 ഞങ്ങൾ പോകട്ടെ. അവിടെ ഇതുപോലെയുള്ള ആ ഒരു CF ഗ്ലാസിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ വായിക്കുന്നു. വെളിപാട് 4:6 വെളിപാട് 15:2 ആണ്. ഇപ്പൊ നമ്മൾ 15:2 ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് അത് ഗോൾഡൻ ഹാർപ്സ് എന്നുള്ള കാര്യമൊക്കെ നമ്മള് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് ഈ ഹാർപ്സ് എന്നുള്ള ആ ഒരു പദം വെളിപാട് 14 പാട്ടിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. വെളിപാട് 4 അവിടെയും ആ ഒരു ഹാർപ്സ് എന്നുള്ളൊരു പദം, ആ പൊൻവീണകൾ എന്നുള്ളൊരു പദം നമ്മള് അതെ 5:8 വാക്യം. വെളിപാട് 5:8 എന്താ നമ്മൾ വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അപ്പം 24 മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ അത് ദൂതന്മാര്. അപ്പം ദൂതന്മാരും പൊൻവീണ മീട്ടുന്നുണ്ട്. എന്നാൽ ദൂതന്മാർക്ക് പോലും പഠിക്കാൻ സാധിക്കാത്ത പുതിയ പാട്ടുമായിട്ടാണ് നമ്മൾ പൊൻവീണ മീട്ടാന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതാ നമ്മള് ഈ ആ വീണകളെ കുറിച്ച് പിന്നെ നമ്മൾ വായിക്കുന്ന വെളിപാട് 14:2 നമ്മൾ വെളിപാട് 5:8 വായിച്ചു. വെളിപാട് 14:2 വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു കാന്തയുടെ സ്വരം എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെ 15:2 അതാ ജയിച്ചവർ എന്നുള്ള പദം അവിടെ വരുന്നേ. ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കടലിന്റെ മീതെ, പളുങ്കടലിന് അരികെ എന്നുള്ള തെറ്റായ ട്രാൻസ്ലേഷൻ എപ്പി എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് അവിടെ പളുങ്കടലിന്റെ മീതെ നിൽക്കുന്നതും കണ്ടു. നമ്മള് ആ ഒരു കടലിനെ ജയിച്ച കർത്താവ് കടലിന്റെ മീതെ നടന്നതുപോലെ നമ്മള് ആ CF ഗ്ലാസ്, അവിടെ ഒരു CF ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതൊരു നമ്മളുടെ ഹൃദയം തിരമാലകളാല ഉഴലുന്ന ഒരു ഹൃദയമല്ല, മറിച്ച് ആ ഒരു സ്വസ്ഥതയോടെ ആ ഒരു സ്വസ്ഥതയുള്ള CF ഗ്ലാസ്, പളുങ്ക് കടല്, ഗ്ലാസ്സിനൊരു റിപ്പിൾസ് ഇല്ല, ഒരു ഓളങ്ങളില്ലാത്തതുപോലെ സ്വസ്ഥതയോടെ നമ്മള് ലോകത്തെയും ജഡത്തെയും പിശാചിനെയൊക്കെ ജയിച്ച് ദൈവത്തിന് വീണകൾ മീട്ടി ഗിറ്റാർസ് അല്ലെങ്കിൽ ഹാർപ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്ന ഒരു കാര്യം നമ്മൾ വെളിപാട് 15:7 കാണുന്നത്. പിന്നെ വെളിപാട് 17:14 കൂടെ വെളിപാട് 17 14 വാക്യത്തിൽ അവിടെയും ജയിച്ചവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ
അവിടെ കുഞ്ഞാടിനെ കുറിച്ചാണ് വായിക്കുന്നത്. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള അതെ, കുഞ്ഞാട് ജയിക്കും എന്നുള്ള കാര്യം പറയുന്നത്. യേശു കർത്താവ് നമ്മളോട് കൂടെ ജയിക്കും. കുഞ്ഞാട് തന്നോട് കൂടെ ഉള്ളവരെ കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരമായി അവരെ ജയിക്കും. വിൽ ഓവർകം എന്നുള്ളൊരു കാര്യം. ദ ലാം വിൽ ഓവർകം ദം എന്നുള്ള കാര്യം. നമ്മുടെ കർത്താവ്, നമ്മുടെ കുഞ്ഞാട് ജയിക്കുന്ന ഒരു കുഞ്ഞാടാണ്. അപ്പൊ ആ കുഞ്ഞാടിനോട് ചേർന്ന് നിന്ന് നമ്മൾ ജയിക്കും. പിന്നെ നമ്മൾ അവസാനം വെളിപ്പാട് 21:7 നമ്മളിപ്പോൾ വായിച്ച്, അവിടെ ജയിക്കുന്നവനാണ് ഇതെല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ ആർക്കാ അവകാശമായിട്ട്, ആരാ വിൽപത്രത്തിൽ ആരുടെ പേരെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്, അപ്പൊ ആർക്കാണ് ഇന്ന സ്ഥലം അവകാശമായിട്ട് അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് വിൽപത്രത്തിൽ എന്തോ എഴുതി വെച്ചേക്കുന്നേ എന്നറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റിയാണ്. എന്ന് ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം നമുക്ക് അവകാശമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ ജയിച്ചാൽ മതി. നമ്മൾ ജഡത്തെ ജയിക്കുമ്പോൾ ഈ ലോക വ്യവസ്ഥയെ നമ്മൾ ജയിക്കുന്നു. ജഡം നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ജയിക്കും, ഈ ലോക വ്യവസ്ഥയെ നമ്മൾ ജയിക്കുന്നു. അങ്ങനെ പിശാചിനെ നമ്മൾ ജയിക്കുന്നു. അങ്ങനെ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആ ഒരു അതുകൂടെ പറഞ്ഞ് നമ്മൾ വായിച്ചു. അവനെനിക്ക് കുഞ്ഞായിരിക്കും എന്നല്ല, നമ്മള് വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം ലഭിച്ചു. ടെക്നോൺ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ യോഹന്നാൻ 1:12 ദൈവത്തിന്റെ മക്കൾ, കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ, ഓഫ് സ്പ്രിങ്, കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന പദം ഹുയാസ് എന്ന് പറഞ്ഞൊരു പദമാണ്. സൺ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ കൊടുക്കുന്ന ഒരു പദമാണ് ഹുയാസ് എന്നുള്ള പദം. അപ്പം ഇത് നമ്മൾ ഹി വിൽ ബി മൈ സൺ, ഹി വിൽ ബി മൈ ചൈൽഡ് എന്നല്ല, ഹി വിൽ ബി മൈ സൺ. അവനെനിക്ക് കുഞ്ഞുമായിരിക്കും എന്നുള്ളതല്ല, മകനുമായിരിക്കും. ആത്മാവിനെ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളത് പരിപൂർണമായിട്ട് തെറ്റായിട്ടുള്ള പരിഭാഷയാണ്. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് അവിടെ റോമർ 8:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദോസ് ലെഡ് ബൈ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദേ ആർ ദ സൺസ് ഓഫ് ഗോഡ്. നമ്മൾ പരിശുദ്ധാത്മാവ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളായി. പിന്നെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ആ ഒരു പക്വതയിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിന്റെ മകൻ, പുത്രന്മാർ എന്നുള്ള ആ ഒരു പക്വതയിലേക്ക് നമ്മൾ വരുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5:9 വാക്യത്തെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന കാര്യം. അപ്പൊ അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം, നിങ്ങൾ സുഖസ്നായ പിതാവിന്റെ പുത്രന്മാരാകേണ്ടതിന് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. മക്കളാകാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിച്ച മക്കളായി. പക്ഷെ പുത്രന്മാരാവുന്ന എപ്പോഴാ? ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കുകയും. നമ്മളെ മത്തായി 5 അവിടെയൊക്കെ എനിക്കൊന്ന് മലയാള പരിഭാഷയിലെല്ലാം അവിടെ സത്യവേദ പുസ്തകത്തിൽ ആ ഒരു ചെറിയ അപാകത കയറി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മക്കളാകുക, എനിക്ക് അവിടെ കറക്റ്റ് ആയിട്ടാട്ടോ. വെളിപാട് മത്തായി 5:45 സ്വർഗസ്ഥ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന്, അത് കറക്റ്റ് പരിഭാഷയാണ്. 5:9 വാക്യം മലയാളത്തില് പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ അവിടെ റോമർ 8:14 പക്ഷെ അവിടെ ഒരു മക്കൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു പോയത്. സാരമില്ല, നമുക്ക് ക്ഷമിക്കാം, നമുക്ക് തിരുത്തി എഴുതിയാൽ മതി. മത്തായി 5:45 വാക്യത്തിൽ സ്വർഗ്ഗസ്ഥ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അതിന് തൊട്ട് മുമ്പേ 44 വാക്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ അവിടെ അത് തന്നെ അതേ പോർഷൻ തന്നെ ലൂക്കോസ് 6:27-28 വാക്യങ്ങളിൽ രണ്ട് കാര്യം കൂടെ പറയുന്നുണ്ട്. തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുകയും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരാവുന്ന കാര്യം. അപ്പൊ അങ്ങനെ ജയിക്കുന്നവരാണ് ഇതെല്ലാം അവകാശമായിട്ട് അവന് ഞാൻ ദൈവമായിരിക്കും. അങ്ങനെ ജയിക്കുന്നവർക്ക് ബാക്കിയുള്ളവർക്ക് ദൈവമായിരിക്കും എന്ന് വെച്ചാൽ ദൈവമായിരിക്കും. എന്നാ ബാക്കിയുള്ളവരൊക്കെ ദൈവമക്കൾ എന്നുള്ള നിലയിൽ അവര് അത്ര ഒരു പക്വത ഇല്ലാതെ അങ്ങനെ ആയിരിക്കുന്നു. എന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ജീവിതം അവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു തികവിലേക്ക്, പൂർണ്ണതയിലേക്ക്, പക്വതയിലേക്ക് വളരുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. കർത്താവേ, അങ്ങനെ അവിടുത്തെ മകനായിട്ട് മകളായിട്ട് എല്ലാം പുതിയ ആകാശം പുതിയ ഭൂമി എല്ലാം സ്വന്തമാക്കുന്നവരായിട്ട് ആത്മാവ് ദരിദ്രമായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അവരുടേത് എന്തെങ്കിലും ആയിത്തീരുന്നുള്ളതല്ല. ആയിത്തീരുമെന്ന് വെച്ചാൽ അത് ഭാവിയിൽ അതിന്റെ പൂർത്തീകരണം നടക്കുന്ന ഇന്ന് തന്നെ സ്വർഗരാജ്യം അനുഭവിക്കാൻ പറ്റുന്നൊരവസ്ഥ ആത്മാവിന്റെ ദരിദ്രാവസ്ഥയിലേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മുടെ സ്വയജീവനെ അങ്ങനെ താഴ്ത്തി ഏൽപ്പിച്ച് ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവില് സ്വർഗരാജ്യം അനുഭവിക്കാനും അങ്ങനെ ജയിക്കുവാനും അങ്ങനെ ജയിക്കുന്നവരായിട്ട് ജീവിക്കാനും. ഇന്ന് നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് കേട്ടത്. കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ആൽഫ ഒമേഗയാണ്, എല്ലാം കർത്താവ് ചെയ്യും. അതിലേക്ക് നമ്മൾ ആയിത്തീരാനായിട്ട് നമ്മൾ ഇതിനെ സമർപ്പിക്കണമെന്ന് കണ്ടു. പിന്നെ നമ്മള് വായിച്ച് ദാഹിക്കുന്നവന് ആണ് ആ ഒരു ദൈവാനുഭവം അധികമായിട്ട്.
ആ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണ്ടവണ്ണം അനുഭവിക്കാതെ എന്നാൽ അതിനോട് ദാഹമില്ലാതെ നമ്മളിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അയ്യോ കഷ്ടം. അതുപോലെ ഒരു ദാഹം കർത്താവെ ആത്മാവ് നിറയ്ക്കണത് പരിശുദ്ധം നിറയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ദാഹം തീരരുത്. അധികമായിട്ട് കർത്താവെ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വിധം അധികമായിട്ടുള്ളൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം എനിക്ക് വേണം എന്നുള്ളൊരു ദാഹം നമുക്ക് വേണം. പിന്നെ അപ്പൊ ആ ഒരു ദൈവം ആൽഫ ഒമേഗയാണ്. കർത്താവ് ദാഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തും. പിന്നെന്താ നമ്മൾ ഇപ്പം കേട്ടെ 7-ാമത്തെ വാക്യത്തിൽ ജയിക്കുന്ന ഒരു കാര്യം എവിടെല്ലാം 16 തവണ ജയിക്കുന്ന കാര്യം പറയുന്ന കാര്യം, പിന്നെ ആ സഭകളോടുള്ള സമയത്ത് അതുമെല്ലാം ജയിക്കുന്ന അതെല്ലാം കൂടെ നമ്മള് എല്ലാം കൂടെ വായിക്കാൻ ഇനി സമയമില്ലല്ലോ. അപ്പം നമ്മളൊരു ബാക്കി ആദ്യ 2-3 അധ്യായങ്ങളല്ലാതെ 8 തവണ പറയുന്ന ആ റെഫറൻസസ് എല്ലാം നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും കുഞ്ഞാട് ജയിക്കും എന്ന് നമ്മളിപ്പം അവസാനം വായിച്ചു. അതുപോലെ കുഞ്ഞാട് ജയിക്കും. നമ്മൾ കുഞ്ഞാടിനെ ജയിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജയിക്കാൻ സാധിക്കും. നമ്മുടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അങ്ങ് ജയിച്ചതുപോലെ ജയിച്ച് അവിടുത്തെ സിംഹാസനത്തിൽ കാന്തയായിട്ട് വലത് ഭാഗത്ത് വന്നിരിക്കാൻ നിങ്ങൾ ഒത്തിരി സഹായിച്ചായിട്ട് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നന്മയില്ല കർത്താവേ. എന്നാൽ ഞങ്ങളിതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്ന അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ജയിക്കുന്നവരാക്കി മാറ്റണം. ജയിക്കുന്നവർക്കാണല്ലോ കർത്താവ് എല്ലാ അവകാശമായിട്ടുള്ളത്. കർത്താവേ, പരാതിയും പിറുപിറുപ്പിനെയും നീളത്തെയും സ്വാർത്ഥതയും കർത്താവെ കയ്പിനെയും പകയും അശുദ്ധിയെയും എല്ലാം എല്ലാം എല്ലാത്തിനെയും ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. അവിടുത്തെ ആത്മാവ് ജയത്തിന്റെ ആത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഇസ് സ്പിരിറ്റ് ഓഫ് വിക്ടറി. അതെ കർത്താവെ, ഇതോ ഞങ്ങൾക്കുള്ള ജയം, അത് വിശ്വാസം തന്നെ. ലോകത്തെ ജയിച്ച് ജയം വിശ്വാസം തന്നെ. നിങ്ങൾ 1 യോഹന്നാൻ 5:4 വായിക്കുന്ന പോലെ ആ വിശ്വാസത്താലെല്ലാം ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ചെയ്യും. അവിടുന്നാണ് ആൽഫ ഒമേഗ. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം അവിടുന്ന് പൂർത്തി വരുത്തും. അവിടുന്ന് എല്ലാം ഏറ്റവും അവിടുന്ന് ആ മുഹൂർത്തത്തിനായിട്ട് ആക്കി തീർക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെ ഭരമേൽപ്പിക്കുന്നു എല്ലാം. ഇത് കർത്താവെ, അധികമായിട്ടുള്ള ദാഹത്തോടെ അവിടുത്തെ അവിടുത്തെ ആ കർത്താവെ പൂർത്തീകരണം, സാഫല്യം കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവും അനുഭവങ്ങളും ഒക്കെ നമുക്ക് അധികമായിട്ട് അനുഭവിക്കുവാനും അങ്ങനെ വളരുവാനും ഞങ്ങളെ സഹായിച്ചാട്ടെ. വചനത്തിനായിട്ട് അധികമായിട്ടൊരു ദാഹം നൽകിയാട്ടെ. ഇവിടുത്തെ ആത്മാവിനായിട്ട് അധികമായിട്ടൊരു ദാഹം നൽകിയാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരെല്ലാം ഈ ദാഹമുള്ളവരായി ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരാരും കംപ്ലേസന്റ് ആയിട്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിയുള്ളവരായി തീർന്നു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ജ്വലിക്കുന്ന ദാഹത്തോടുള്ളവരായി പരം സഹായിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് ശ്രദ്ധിക്കുന്നു. എല്ലാ യേശുവിനെ വിലയേറിയ മാത്രമേ. ആമേൻ.